കോകില എന്ന് പറഞ്ഞ പെൺകൊച്ചിനെ കാണുന്ന എടുക്കുന്ന എന്തോ പരിപാടിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അവളെ ഇവൻ എന്തോ എടുത്തു വളർത്തിയ കുട്ടിയാണ്, അവളെ സ്പോൺസർ ചെയ്തേക്കുന്ന ഇവനാണ്, അതിന് പാവപ്പെട്ട വീട്ടിലെ എന്തോ കഥയൊക്കെ പറയും. എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ട് എന്നെ നല്ല സൂപ്പർ കപ്പിൾ പിന്നടിയ. ഫസ്റ്റ് ഹാഫ് ലവ് ആണ്, സെക്കൻഡ് ഹാഫ് ആക്ഷൻ ആണ്, വയലൻസ് ഉണ്ടാ, ലാഗ് ഇല്ല, എല്ലാരും നല്ലപോലെ ചെയ്തിട്ടുണ്ടാ, ഇതല്ലേ നടക്കുന്നത്. പിന്നെ മറ്റേ കാണാൻ പറയും പാലയുടെ അടി കൊള്ളാം, കമ്പനിയുടെ പാട്ട് കൊള്ളാം, എൽസൂത്ത് നല്ല ഡോക്ടറാണ്, ഇതല്ലേ വേറൊന്നും. ഇതമ്മയാണ് ഞാൻ അവിടെ ചെന്നപ്പോ MDMA ഉണ്ട്, MDMA-ക്കാരായി എന്നൊക്കെ പറഞ്ഞു. മനസ്സിലായി എല്ലാം ഇതിന് അഥവാ അങ്ങനെ വല്ലതും ചെയ്തിരുന്ന എന്തോ ഇതിന്. അപ്പൊ ചെകുത്താൻ ബാലയുടെ പിന്നാലെ തുരന്ന് വെബ് സീരീസ് പോലെ എന്താണ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യൂട്യൂബർക്കെതിരെ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. അത് ചെകുത്താനാണെന്ന് അറിയില്ല, എന്താണ് അതിന്റെ അടിസ്ഥാനം? ഇല്ല, ഞാൻ ഒരു 3 വീഡിയോ കൂടുതലൊന്നും ഇട്ടിട്ടില്ലെന്നാ എനിക്ക് തോന്നുന്നത്. നോക്കാം, ഒന്നൊരു റിയാക്ഷൻ, പിന്നെ വേറെ ഒരു 1-2 വീഡിയോ, ഒരു 3 വീഡിയോ ആണ്, അതിൽ കൂടുതലില്ല. നിരന്തരം വീഡിയോ ഇടാനൊന്നും ഞാൻ എൽസൂത്തിന്റെ കണ്ടന്റും എടുത്തിട്ടില്ല, ബാലയുടെ കണ്ടന്റും എടുത്തിട്ടില്ല. അത് അവൻ പറയുന്നതായിരിക്കും, അതിനൊന്നും കാര്യമൊന്നുമില്ല. എനിക്ക് ഏറ്റവും കുറവ് എനിക്കൊന്ന് ഞാനായിരിക്കും ഇട്ടേക്കും. എന്ന് വെച്ചാൽ ഇവനുമായിട്ട് ബന്ധപ്പെട്ട് നിന്നിട്ടും ഇവൻ നമുക്കൊരു കേസൊക്കെ ഉള്ളതല്ല, അതിനെപ്പറ്റി വീഡിയോ ഇടണമല്ലോ. അപ്പൊ എന്റെ വീട്ടിൽ തോക്കും കൊണ്ട് വന്ന സംഭവത്തിനകത്ത് സാക്ഷിയെ കിട്ടുമ്പോൾ ഞാൻ വീഡിയോ ഇടാതിരിക്കേണ്ട ആവശ്യം എനിക്കില്ല. അപ്പൊ അതുകൊണ്ട് അതുപോലത്തെ വീഡിയോ വരും, അത് ചെയ്യണം, അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ കോകില വന്നിറങ്ങി എൽസവത്ത് എന്തോ അസുഖത്തിന് വരുന്ന കഴിക്കുന്നത്, എന്ത് അസുഖമാണെന്നൊന്നും പറയുന്നില്ല, അങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടില്ലേ, അവരെ അവഗതിപ്പെടുത്താൻ വേണ്ടി തന്നെ മെനക്കെട്ട്. അതുപോലെ തന്നെ ഇവരുടെ വിവാഹം കഴിഞ്ഞാണോ ആരും അറിഞ്ഞിട്ടില്ല, അവരെല്ലാം വെളിപ്പെടുത്തട്ടെ, അവിടുത്തെ എന്തോ വലിയ പ്രശ്നം ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ, ആ വീഡിയോക്ക് റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്നലെ എൽസവത്തിന്റെ ഒരു വീഡിയോ ലാസ്റ്റ് വന്ന വീഡിയോ, എൽസവത്ത് ഇച്ചിരി നല്ല വൃത്തിക്ക് പറയുന്നൊരു സാധനമുണ്ട്, അതിന് ഞങ്ങൾ റിയാക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് മുമ്പ് എൽസവത്തിന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. പിന്നെ അതിന് മുമ്പ് എനിക്ക് തോന്നി തോക്ക് കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോയും ഒരു ലൈവും കാണാൻ ഞാൻ സാധിക്കുള്ളൊന്നും ഇല്ല. ഇങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കാൻ ഒത്തിരി ഉണ്ട് അവരുടെ വീഡിയോ എടുക്കാനാണെങ്കിൽ. എൽസവത്തിന്റെ തന്നെ 2 വീഡിയോ ഒക്കെ എൻ്റെ റിയാക്ഷൻ ചെയ്തോളൂ. തുടക്കം തൊട്ട് വേണേൽ ചെയ്യാമെന്നു, പക്ഷെ എനിക്ക് വലിയ താല്പര്യമില്ല അങ്ങനെ ചെയ്യാൻ. എനിക്ക് എൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു അപവാദം ഭാര്യ വന്നിരുന്ന് പറയുമ്പോൾ എടുത്തതാ. ബാലയാണെങ്കിൽ ചിലപ്പോൾ അതും എടുക്കത്തില്ല. ഈ ബാലക്കെതിരെ കൂട്ടമായിട്ടുള്ള അറ്റാക്കാണ് നടക്കുന്നതെന്ന് പറയുന്നത്, അതിലൊരാളാണ് ചെകുത്താൻ എന്നാണ് പേര് പറയുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ ഹേമ കമ്മിറ്റിക്കെതിരെ കൂട്ടമായ അറ്റാക്ക് ഉണ്ടായെന്നും പറഞ്ഞുകൊണ്ട് ആരും പരാതി കൊടുത്ത് എങ്ങനെ ഇരിക്കും? അല്ല, ഹേമ കമ്മിറ്റിയിലെ പ്രതികളെ അവരിങ്ങനത്തെ ഒരു പണി ചെയ്തിട്ട് ഒരു ഇത്തിരി ഇടപാടുകൾ നടത്തിയിട്ട് വാർത്തയാവുമ്പോൾ യൂട്യൂബിലൊക്കെ സ്വാഭാവികമായിട്ടും ചർച്ചയാവും. അപ്പൊ അതിന് ബാല ഒരു പ്രത്യേകത ഒന്നുമില്ല. അത് അങ്ങനെ ഉണ്ടെങ്കിൽ ബാക്കി എല്ലാ കേസിലും എല്ലാവരും പരാതി കൊടുക്കണം. ഞങ്ങൾക്കെതിരെ അങ്ങനെ പറഞ്ഞു, ഇപ്പൊ ഗ്രീഷ്മ കൊണ്ടൊരു പരാതി കൊടുക്കുക, ഇതിനെപ്പറ്റി ഇത്രയും ആൾക്കാർ സംസാരിച്ചു ചെയ്യുന്ന പോലെ ഉള്ളൂ. അവൻ ചെയ്ത പണിക്ക് അതിന് വീഡിയോ വരുമല്ലോ, അത്രേ ഉള്ളൂ. അല്ലാതെ അവന്റെ മാത്രം ഒന്നും എടുക്കുന്ന പരിപാടി ഒന്നുമില്ല. ഇതിനിടെ വേറെ ഇഷ്ടം പോലെ കണ്ടന്റ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണല്ലോ ലേറ്റസ്റ്റ്? ഡ്രഗ്സ്, സിനിമയാണോ, മാർക്കോ ആണോ സ്വാധീനിച്ചു, ഇതൊക്കെയാണ് കൂടുതൽ എൻ്റെ. ഇതല്ല, ഞങ്ങൾ കൂടുതൽ സംസാരിച്ചതും ഇത് തന്നെയാണ്. ഇവിടുത്തെ ഈ സിന്തറ്റിക് ഡ്രഗ്സ് കാരണം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ആ കാര്യങ്ങൾ വീഡിയോ കൂടുതൽ വന്നേക്കുന്നത് ഈ കഴിഞ്ഞ ആഴ്ച മൊത്തം. അല്ലാതെ ഇവന്റെ ഒന്നും എടുത്തിട്ടൊന്നുമില്ല. അതാവൻ പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. എന്നായിരുന്നു യൂട്യൂബ് ചാനൽ നോക്കാമല്ലോ, എന്താണ് ദൂരം താൻ ചോദിച്ചു, ഞാൻ എടുത്ത് കാണിക്കായിരുന്നു. ഈ ബാല എലിസബത്ത് ഇഷ്യൂല് ചെകുത്താന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്താണ്? ബാല എലിസബത്ത് ഇഷ്യൂ എന്നല്ല, ബാലയെ പറ്റി ഇങ്ങനെ ചുമ്മാ വന്ന് ആരും ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല. ബാലയെ പറ്റി ആരെങ്കിലും വെറുതെ പോകുന്നത് ആരും എന്തിനു പറഞ്ഞു കേട്ടിട്ടുണ്ട്? എന്റെ അടുത്ത് വന്ന് ഈ പണി കാണിച്ച് നമുക്ക് കേസും കൊടുത്തിട്ടുണ്ട്. എൽസവത്തിന്റെ കാര്യത്തിൽ പ്രശ്നമുണ്ട്, അമൃതയുണ്ട്, അല്ലാതെ ആരാ ഉള്ളത്? വേറെ ആരാ ഇങ്ങനെ അലിഗേഷൻസ് ഉള്ളത്? അവരായിട്ട് നേരിട്ട് അവൻ വന്ന് പ്രശ്നം ഉണ്ടാക്കി. പിന്നെ കൊടുക്കാത്ത ആൾക്കാരുണ്ട്, കേസ് കൊടുക്കാൻ പറ്റാതെ പോയ. അമൃത ഉള്ള സമയത്തുള്ള ഡ്രൈവർ വഴി വീഡിയോ ഇട്ടത് ഞാൻ കണ്ടായിരുന്നു. അവൻ കർണക്കുറ്റി അടിച്ച് പൊട്ടിച്ച് അവന്റെ ചെവിക്കല്ല് പൊട്ടി ചോര വന്നു. അന്ന് അവൻ പയ്യനായതുകൊണ്ട് കേസ് കൊടുക്കാൻ പറ്റുന്ന അതിന്റെ വീഡിയോ ഇതിനകത്തുണ്ട്, നമ്മളെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ളവരാ. ഇനിയും വേറെ തല്ലുണ്ടാക്കുന്നുണ്ട് ഇവൻ നടന്ന്. ഇവൻ കുറെ പേരെ അടിക്കുകയോ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നവനാ. ഇവൻ കരൾ രോഗിയാണെന്ന് പറയും. എന്നിട്ട് അവനെ ഈ കരൾ രോഗം കൊണ്ടുകൊണ്ട് ഇന്ന് മലിഞ്ഞ് കയറി വന്നിട്ട് തോക്കും കാണിച്ച് ഭീഷണിപ്പെടുത്താൻ ഇവന് കുഴപ്പമില്ല. ഇവന് ജാമ്യം കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അവനിനി ജാമ്യം കൊടുക്കരുത് കോടതി. കാരണം എന്തെങ്കിലും കേസ് വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഈ കൊച്ചെങ്ങാനും പരാതിപ്പെട്ട് കഴിഞ്ഞ് ഇവൻ ജാമ്യത്തിന് ഏൽപ്പിക്കും പറയാൻ പോകുന്നത് ഇവന് കരൾ രോഗമുണ്ട്, ഇവന് വയ്യെന്നാ പറയാൻ. ഇവൻ പക്ഷെ അങ്ങനെയല്ലല്ലോ ചെയ്യുന്നത്. പുറത്തിറങ്ങി തല്ലുണ്ടാക്കാൻ അവന് കുഴപ്പമില്ല, തോക്ക് കൊടുത്തുകൊണ്ടിറങ്ങി ഭീഷണിപ്പെടുത്താനും അവന് കുഴപ്പമില്ല. അപ്പൊ അവന് ആ പറയുന്ന കള്ളത്തിന് അവന് കരൾ രോഗം വെച്ചുകൊണ്ട് കുറച്ച് സിമ്പതി പിടിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. അല്ല, അവന് ഇനി ഒരിക്കലും ജാമ്യം കൊടുക്കേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞ് ഇവൻ ഈ പറഞ്ഞ പോലെ മെനക്കേട് ഇവനെ കൊണ്ട്
ഈ സമയം കഴിയുമ്പോൾ ഈ അസുഖമുള്ള സമയത്ത് ഇവരെയൊക്കെ പീഡിപ്പിക്കുന്ന കേട്ടിട്ട് അതിനവന് കുഴപ്പമില്ല. പെണ്ണുങ്ങൾ വീട്ടിലുള്ളവരെ അടിക്കാനും തൊഴിക്കാനൊക്കെ നല്ല ആരോഗ്യമുണ്ട്, മനസ്സിലായി. അതുകൂടാതെ പുറത്തിറങ്ങി അടി ഉണ്ടാക്കുന്നുണ്ട്. അത്രയും കംപ്ലൈന്റുകളൊക്കെ ഒതുക്കി തീർത്തുമൊക്കെ ഇവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടായിരുന്നോ? അവൻ എന്തൊക്കെ പറയുന്നുണ്ട്, അതായത് എന്തോ ഈ എന്ത് പറഞ്ഞുകൊണ്ടിരുന്നേ, അവിടെ കോൾ വരുന്നുണ്ടോ, കട്ട് ചെയ്ത്. അവൻ എന്ത് പറഞ്ഞ എന്തോ നമ്മൾ നിരന്തരമായി വീഡിയോ ഇടുന്നു, അവന്റെ ഭാര്യ ഇടി കൂടി എന്ന് പറഞ്ഞു. ബോഡി ഷെയ്മിങ്, പേഴ്സണൽ അറ്റാക്ക്. ബോഡി ഷെയ്മിങ്ങോ? ബോഡി ഷെയ്മിങ്, പേഴ്സണൽ അറ്റാക്ക്. ബോഡി ഷെയ്മിങ്ങിനോ എന്താ പറഞ്ഞത്? അങ്ങനെയാണ് പറഞ്ഞത്. പേഴ്സണൽ അറ്റാക്ക് ഒന്നും ഇല്ലടോ. അത് ഈ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് അവര് പറയുന്ന കാര്യങ്ങളെ നമ്മൾ തിരിച്ച് അതിന്റെ സാധനം പൊളിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അവളെയായിട്ട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ബോഡി എന്നൊക്കെ പറയുന്നത് ഭയങ്കര വലിയ തെറ്റാ. റേപ്പ് എന്നൊക്കെ പറയുന്ന ഒരു പെങ്കൊച്ചവിടെ നിന്ന് കറഞ്ഞോണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 3 ആഴ്ചയായി. അത് ഈ പോലീസുകാർ സ്വമേധയാ കേസെടുക്കേണ്ട കേസ്. ഒരിടത്തൊന്നൊരു പെണ്ണിന് റേപ്പ് എന്ന് പറഞ്ഞാൽ ഇവരുടെ സിസ്റ്റത്തിൽ അവരുടെ പ്രൊസീജിയർ പോലെ ചെല്ലുന്നില്ലെന്നുള്ളതാണ് ഇപ്പോഴത്തെ കുഴപ്പം. അതായത് പോലീസ് സ്റ്റേഷനിൽ റിട്ടേൺ കംപ്ലൈന്റ് കൊടുക്കണം, അല്ലെ ഇമെയിൽ അയക്കണം എന്നാ പറയുന്നത്. അല്ലെ അവർ സ്വമേധ ചെന്നാൽ ഇങ്ങനെയല്ല, ശരിയാ. ഒരു പെൺകുട്ടിയെ അവർ പീഡിപ്പിക്കപ്പെട്ടു എന്നൊരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നിന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? അപ്പൊ തന്നെ അറസ്റ്റ് നടക്കത്തില്ലേ? വിളിച്ചു പറഞ്ഞാൽ പോലും അറസ്റ്റ് നടക്കും. ഈ കൊച്ചു വീഡിയോ പറയുന്നുണ്ട്, സോഷ്യൽ മീഡിയ പ്രൊഫൈൽ, സ്വന്തം പ്രൊഫൈലിൽ സ്വന്തം വീഡിയോ ഇടുക. അതും മറ്റേ നമ്മൾ എന്താ വ്യത്യാസം? പോലീസുകാർ പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് ഈ വീഡിയോ കണ്ടില്ലേ? അവരുടെ മുന്നിൽ ആ സാധനം തന്നെ വരണമെന്ന് ഇത്ര നിർബന്ധമുണ്ട്. ഇന്നത്തെ കാലമാണ് അത്. അങ്ങനെ എടുക്കണം അവര് സ്വമേധ. അപ്പൊ തന്നെ അന്വേഷണം തുടങ്ങണം. അവിടെ അവനെ കുറ്റവാളിയാണോ അല്ലയോ എന്നുള്ളത് പിന്നത്തെ കാര്യമാണ്, തെളിയിക്കേണ്ടത് പിന്നത്തെ വിഷയമാണ്. പക്ഷെ പോലീസ് ഇത് കണ്ടു കഴിഞ്ഞിട്ട് അന്വേഷിക്കുന്നില്ല. വനിതാ കമ്മീഷൻ ഇടപെട്ടിട്ടില്ല, ആരും ഇടപെടുന്നില്ല. ഇവര് ബാക്കി പലയിടത്തും സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും വീഡിയോ ഇട്ടാലോ വല്ല വാക്ക് ഉപയോഗിച്ചാലോ ഇത്രയും വലിയ ആക്ഷൻ ഉണ്ടാക്കുന്ന നാട്ടില് ഇപ്പൊ ദ്വയാർത്ഥ പ്രയോഗം, അത് പിന്നെ ഓക്കെ ഹണിദോസ് പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പറയാം. അതിനൊക്കെ ഭീകരമായിട്ടുള്ള സാധനമാണ് പറയുന്നത്. ഇവരുടെ ഈ ഫോർമാറ്റ് അല്ലെ, ഇവരുടെ ഒരു പ്രൊസീജിയർ അനുസരിച്ചിട്ട് നടക്കാനത് കൊണ്ട് മാത്രം നീതി കിട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ അതൊരു കുഴപ്പമുണ്ട്, മനസ്സിലായോ? അതെന്ത് പരിപാടിയാണ്? ഒരു പെൺകൊച്ചിരുന്ന് ഇത്രയും ദിവസം ഇത്രയും കാര്യങ്ങൾ വെളിപ്പെടുത്തുക ചെയ്യുന്നത്. അവർക്ക് ചിലപ്പോൾ നേരിട്ട് ഇറങ്ങാൻ പറ്റാത്ത എന്തെങ്കിലും കഴിവേടാന്ന് വിചാരിക്കും. എന്തെങ്കിലും ഒരു കഴിവേട് അവർക്ക് പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇത് ഒരാളുടെ മുന്നിൽ ചെന്ന് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു കണ്ടീഷനുണ്ട്. അത് ഇയാൾക്ക് മാത്രമാണെന്നാണ് വിചാരിച്ചത്. ഇവിടെ കേരളത്തിൽ എത്രയോ പെണ്ണുങ്ങൾക്ക് ഇതേ കണ്ടീഷൻ ഉണ്ടാവും. പീഡനങ്ങൾ അനുഭവിച്ച് എത്ര പേര് ജീവിക്കുന്നുണ്ടാവും. അതിനകത്ത് ഒരാൾ വന്ന് അറ്റ്ലീസ്റ്റ് ഈ ഫേസ്ബുക്ക് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ, ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ സ്വന്തം പ്രൊഫൈൽ എന്ന് പറഞ്ഞ ഒരു ഐഡന്റിറ്റിയുമാണ്, അഡ്രസ്സാണ്, എല്ലാമാണ് ഈ വന്ന കാലത്ത്. എല്ലാം അല്ലെ തന്നെ ഇവിടെ ഞാൻ ഓൺലൈനിൽ ഇരുന്നാണ്ട് പറഞ്ഞപ്പോൾ എനിക്കെതിരെ കേസ് എടുത്തല്ലോ. മോഹൻലാലിന്റെ പരാതി ഇല്ലല്ലോ. സിദ്ദിഖെന്ന് ഒരാൾ പരാതി കൊടുക്കുമ്പോൾ എനിക്കെതിരെ കേസ് എടുത്തിട്ട് ഇവിടെ വന്ന് ഇതെല്ലാം എടുത്തോണ്ട് പോയല്ലോ. ഞാനെന്ത് പറഞ്ഞപ്പോൾ അതിലും സിവിയർ ആയിട്ടുള്ള വാക്കാണ് അവർ പറഞ്ഞേക്കുന്നത്. അവര് ബുദ്ധിമുട്ട് പറയുന്നുണ്ട്. എന്തെല്ലാം പറഞ്ഞു? വിവാഹവാഗ്ദാനങ്ങളിൽ പറ്റിച്ചെന്നുള്ളതിന് എവിഡൻസ് ഉണ്ട്. ഈ ഇവരുടെ ഇവൻ പറയുന്നതും വീഡിയോസ് അടക്കം കിടപ്പുണ്ട്. ഈ വീഡിയോക്ക് എവിഡൻസ് ആണ്. ഇപ്പോൾ പഴയതുപോലെ അല്ല. ഇപ്പോ വീഡിയോ എവിഡൻസ് ആയിട്ട് കോടതി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ആ വീഡിയോ എവിഡൻസ് വെച്ചുകൊണ്ട് പോലീസിന് അന്വേഷണം ആരംഭിക്കാം. അവര് സ്വമേധയാ കേസ് എടുക്കേണ്ടതായിട്ട്, സ്വമേധയാ എടുക്കേണ്ട കേസായിട്ട് എന്തുകൊണ്ട് കേസ് എടുക്കുന്നില്ല? അതാണ് ഇവിടുത്തെ പ്രശ്നം. അവര് പറഞ്ഞു ഇങ്ങനെ ഇരിക്കുക. അവര് പറയുന്നു, അവരുടെ കാര്യം മൊത്തം പറയും ഫേസ്ബുക്കിൽ. അത് ഇനിയിപ്പോ വേണമെങ്കിൽ അത് എൽസോദിനെ എന്നിട്ട് ചെയ്യാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. കോടതി എന്താ പറയാം, വീഡിയോ പറഞ്ഞെല്ലാം സത്യമാണെന്ന് പറഞ്ഞാൽ അവർ ആ വീഡിയോ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യരുത്. അങ്ങനെ ചെയ്യണ്ടേ? ഇതിപ്പോ ഞാൻ ചെയ്യട്ടെ, ഇത് കോടതിയും പോലീസും ഒക്കെ വിട്ടേക്ക്, നമ്മൾ കേൾക്കുക. അതിന്റെ അച്ഛനമ്മയും കേൾക്കുന്ന പോലെ കാണാൻ, അല്ല അതിന്റെ ഒരു ബ്രദറോ അവര് കേൾക്കുമ്പോൾ അവർക്ക് എന്താ തോന്നുന്നുണ്ട്? ഒരു പെങ്ങളിരുന്ന് പറയുന്ന പോലെ തോന്നുന്നുണ്ട്. മകളാണെങ്കിലോ അതെന്താ അങ്ങനെ ആർക്കും തോന്നാത്ത? അവരെങ്ങനെയാണോ അവിടെ ഇവിടുന്ന് ഒരു കൊച്ചു വീട്ടിൽ വന്നിട്ട് പറയാ എന്നെ റേപ്പ് ചെയ്തു, അല്ല അതിന്റെ വീഡിയോ ഇട്ടോണ്ട് അപ്പം പറയും അത് വീഡിയോ ഇട്ടേക്കുന്ന, അതൊന്നും പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റത്തില്ല. അവൾ എന്റെ അടുത്ത് നിന്ന് പറയണം എന്ന് മസിൽ പിടിച്ചൊരാളിങ്ങനെ നിൽക്കുന്നത് എന്തൊരു നാണം കെട്ട അവസ്ഥയാണ് അതൊക്കെ. എന്നിട്ട് ഇവിടെ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്ത്രീകൾക്ക് ഭയങ്കരമായ സംരക്ഷണം, സ്ത്രീ സുരക്ഷ, മറ്റേത് മറിച്ച്, ഇതെല്ലാം ഭയങ്കര കൊട്ടിഘോഷിച്ചുകൊണ്ടിരിക്കുക. അവരൊരു സ്ത്രീ അവരെ വഞ്ചിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം 100% ഷുവറാണ്. വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ചിട്ടുണ്ട്. പിന്നെ മാരിറ്റൽ റേപ്പ് പോലത്തെ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. ശാരീരികവും മാനസികമായും പീഡിപ്പിച്ചത് പറയുന്നുണ്ട്. ഫേസ്ബുക്കിൽ അല്ലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ അപകീർത്തിപ്പെടുത്താൻ പറ്റുന്ന സാധനങ്ങൾ ഇൻഡയറക്ട്ലി ചെയ്ത് പറഞ്ഞിട്ട് ഇപ്പൊ ഡയറക്ട്ലി വന്ന് അപകീർത്തിപ്പെടുത്തില്ലേ? അവനെന്തിനാ ഈ പറഞ്ഞ പോലെ ഇവരുടെ പഴയ മാരേജിനെ പറ്റി? അവരുടെ പഴയ മാരേജ് ഡിവോഴ്സ്ഡ് ആണ്. അവര് ലീഗലി ഡിവോഴ്സായി. അതങ്ങനെയാ സിസ്റ്റം ഇവിടെ. എന്താ ലീഗലി ഡിവോഴ്സ് ആകുന്ന എന്തോ വലിയ തെറ്റാണ്. അപ്പൊ അതിനെ വളച്ചൊടിച്ച് അവൻ്റെ കൂടെ പോയി താമസിക്കുന്നൊക്കെ പറഞ്ഞാൽ ഗൂഗിൾ വീഡിയോ ഇട്ടേക്കുന്നു. ആ വീഡിയോയെ നമ്മൾ റിയാക്ട് ചെയ്യണ്ടെന്നോ? അത്രയും കള്ളത്തരമല്ലേ അവർ പറഞ്ഞു? അവർ പറഞ്ഞ കള്ളത്തരം. അവരെന്തോ പറഞ്ഞത്? നിനക്ക് ഭർത്താവില്ല അവരുടെ പോയി ജീവിക്കാൻ. അതെവിടെ? അതെന്തോ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? എന്താ ഭർത്താവ് ഉണ്ടെന്ന്? അവർ ഡിവോഴ്സ് ഇവൻ തന്നെ ഇനിഷ്യേറ്റ് ചെയ്ത് കൊടുത്ത, ഇനിഷ്യേറ്റിംഗ് അല്ല, അവളെ സപ്പോർട്ട് ചെയ്തത് ബാലയാണ്.
ഈ ഡിവോഴ്സ് വേഗം നടത്താൻ ഇച്ചിരി ഡിലേ ഉണ്ടാകും. എന്തോ പ്രശ്നമായിട്ട് ഈ കേസ് നീണ്ടുപോയപ്പോൾ ബാലയുടെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചിട്ട് ബാല ഇവരുടെ ഡിവോഴ്സ് സ്പീഡാക്കി നടത്തി കൊടുത്തിട്ടാണ് ഇവൻ ഇവളെ പിടിച്ചോണ്ട് പോകുന്നത് ഈ എൽസവത്തിന്. മനസ്സിലായോ? എന്നിട്ടാണ് അവൻ ഈ കള്ളം പറയുന്നത് വന്നിരുന്നുണ്ട്. അവൻ വ്യക്തമായിട്ട് അറിയാം എന്തൊക്കെയാണ് നടന്നതെന്ന്. അവൻ അതിനകത്ത് ഇൻവോൾവ് ആണ്. എന്നിട്ട് അവൻ കോകിലെ കൊണ്ട് പറയിച്ചേക്കുക, നിങ്ങൾ പറ, നമുക്കറിയത്തില്ല. അവർക്ക് ഇപ്പൊ ഇതിനകത്ത് വന്നിരുന്നവൻ അങ്ങനെ എന്ത് പറയുന്നുണ്ട്, ഒരു ഡിവോഴ്സ് നടന്നാൽ എന്തൊക്കെ പറ്റുമെന്ന് അറിയാവോ, മറ്റേ ഡോക്ടറുടെ അവസ്ഥ എന്താണ്, മറ്റേ ഡോക്ടർ വേറെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു. അതാണ് സത്യാവസ്ഥ. മനസ്സിലായോ? ആ ഡോക്ടറെ എലിസബത്തിന് അറിയാം. മനസ്സിലായി? അയാൾ സുഖമായിട്ട് ജീവിക്കുന്നു. അവർ തമ്മിലൊരു പ്രശ്നമില്ല. അല്ലാതെ ബാല കല്യാണം കഴിച്ച് ഡിവോഴ്സ് ചെയ്യുന്ന പോലെ അല്ല അവർ ഡിവോഴ്സ് ചെയ്തേക്കുന്നത്. ഭർത്താവിനെ പറ്റിയും കുറ്റമില്ല, ഭാര്യയെ പറ്റിയും പ്രശ്നമൊന്നുമില്ല. അവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ശരിയാവാതെ വരുന്നു എന്തോ കാരണങ്ങൾ. അത് ഒരു ഡോക്ടറൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അവരുടെ സെറ്റപ്പ് വേറെ ആയിരിക്കും. നമ്മളെപ്പോലെ ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സഹിച്ചെന്ന് വരത്തില്ല. എല്ലാവർക്കും പ്രശ്നമുണ്ട്. അവർ ചിലപ്പോൾ പെട്ടെന്ന് അങ്ങ് ഡിവോഴ്സ് ചെയ്തു. അത് ക്ലീനാണ് ആ പരിപാടി. മനസ്സിലായോ? അതിനെപ്പറ്റിയും കള്ളം പറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പം ഇവൻ പറയുന്നതൊക്കെ കള്ളത്തരവാ. ഇവൻ ഈ പുറത്ത് വന്നിരുന്ന് അടിക്കുന്ന മൊത്തം കള്ളത്തരവാ. അവനും അറിയാം അവരാരാന്നൊക്കെ. ചിലപ്പോൾ പിന്നെ അവരോടൊക്കെ വിളിച്ചാലും അവരൊന്നും ഇതൊന്നും ആയിരിക്കാന്ന് പോകുന്നത്. പിന്നെ അവർക്കെന്തോ ഭ്രാന്ത് അതിനെ പോലെ. ഭാര്യ വന്ന് ഒരു പെണ്ണിനെ കെട്ടി ഒരു ഡിവോഴ്സ് ആയെന്ന് പിന്നെ അടുത്ത ദിവസത്ത് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇരുന്ന് വീഡിയോ ഇടുന്നതാണ് കണ്ടത്. എലിസബത്ത് ആ ഭർത്താവിനെ പറ്റി എന്തിനും അനാവശ്യം പറയുന്നത് കേട്ടോ. അവരാരെങ്കിലും വന്ന് പറഞ്ഞു ഇല്ല. ഇവൻ ഇതെല്ലാം ഒപ്പിക്കുന്നുണ്ട്. എന്നിട്ട് കള്ളത്തരങ്ങൾ ഭാര്യ ഇരുത്തിയിട്ട് എന്തെല്ലാം മരുന്ന് കഴിക്കുന്നുണ്ട്. എന്ത് മരുന്ന് കഴിച്ചത്? 15ാമത്തെ വയസ്സ് തൊട്ട് അപ്പോൾ എലിസബത്ത് മരുന്ന് കഴിക്കുക. എന്ത് മരുന്ന്? എന്ത് പറ. അങ്ങനെ വേണ്ട പറയാം. അല്ലാതെ ഇങ്ങനെയാണോ വന്ന് വീഡിയോ ഇടുന്നത്? വ്യക്തത ഉണ്ടായിരിക്കണം പറയുമ്പോൾ. അല്ലാതെ ചുമ്മാ നടന്നുകൊണ്ട് പിച്ച് മെയ്യും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ചിലപ്പോൾ റിയാക്ട് ചെയ്തെന്നിരിക്കും, കളിയാക്കിയെന്നും ഇരിക്കും. ഇങ്ങനത്തെ നിങ്ങളെ പിന്നെ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ ഉണ്ടാകുന്ന പോലീസ് സമയം അവർക്ക് ആദ്യം കേസ് എടുക്കണം. ഇങ്ങനെ വന്ന് പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് അവർക്കെതിരെയല്ലേ എടുക്കണ്ടേ? ആ രീതിക്ക് നോക്കിയാൽ അപ്പൊ അതും നടക്കുന്നില്ല. ആരും ഒന്നും പറയുന്നില്ല. നമ്മളൊക്കെ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ റിയാക്ട് ഒക്കെ ചെയ്യത്തുള്ളൂ. അല്ല ഞാൻ കൊണ്ട് കേസ് കൊടുക്കാമെന്ന് എനിക്കും പറ്റത്തില്ല. ഞാൻ കൊണ്ട് കൊടുക്കുക ഇങ്ങനെ പറഞ്ഞെന്ന് ഞാൻ എനിക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ അതോറിറ്റിക്ക് പറ്റും. ഇപ്പൊ എനിക്ക് എലിസബത്തിനെ അവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഇതെന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ പറയുന്ന കേട്ടിട്ട് ഞാൻ കൊണ്ട് ഇങ്ങനെ വരാതെ കൊടുക്കുന്നത്. അതിനേക്കാൾ പവർഫുൾ ആയിട്ട് പൊസിഷനിൽ ഇവിടെ റെസ്പോൺസിബിൾ ആയിട്ട് ഓത്തെടുത്തിട്ടാണ് കയറിക്കുന്നത്. ഇവിടെ ജീവിക്കുന്ന എല്ലാ മനുഷ്യരുടെയും പണത്തിനും ഈ സ്വത്തിനും ജീവനും മാനത്തിനും പ്രൊട്ടക്ഷൻ കൊടുക്കുന്നവർ ഓത്തെടുത്ത് കയറിയവർ ചെയ്യുന്നില്ല. ഇവര് പിന്നെ എന്തിനു ജോലി ചെയ്യുന്നത്? ജോലി മാത്രമല്ല, ഇവിടുത്തെ മന്ത്രിമാർ കേട്ടില്ലേ, ഇവിടുത്തെ എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്സും കേട്ടില്ലേ, വനിതാ കമ്മീഷൻ കേട്ടില്ലേ, സ്ത്രീ സുരക്ഷ മറ്റേ വകുപ്പ് അത് എല്ലാവരും കേട്ടില്ലേ, ഫെമിനിസ്റ്റുകളും കേട്ടിട്ടുണ്ട്, മറ്റേ മെയിൽ ഫെമിനിസ്റ്റുകൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അവർ നല്ല വൃത്തിക്ക് ഇടപെടുന്നുണ്ട്. അവര് ഇൻഡയറക്റ്റ് ആയിട്ട് വന്ന് കമന്റ് ഇട്ട് ഈ പെണ്ണിനെ പിന്നെയും പീഡിപ്പിക്കാൻ തരത്തിലുള്ള കമന്റുകൾ ഇട്ട് ഇതിനെ ഡിസ്കറേജ് ചെയ്യുന്നുണ്ട്. അവര് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ബാക്കി ഒരാളും വർക്ക് ചെയ്യുന്നില്ല ഇതിന്. അതെന്തൊരു ഇടപാടാ? പിന്നെ ഇതിനകത്ത് എന്റെ ഇൻവോൾവ്മെന്റും എലിസബത്തിന്റെ സംഭവം എന്ന് പറയുന്നത് എന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് എലിസബത്ത് സാക്ഷിയാകുമ്പോൾ എനിക്ക് ഞാൻ ഇടപെടും. എനിക്ക് അതിനകത്ത് ആ കാര്യത്തിനകത്ത് എലിസബത്തിന് സപ്പോർട്ട് വേണം. അപ്പൊ ഞാൻ അവരുടെ കാര്യങ്ങൾ കേൾക്കും, അറിയും. ഇനി ബാക്കിയുള്ള ഈ ബാലയും നമ്മൾ ഇങ്ങനത്തെ കളികൾ നടക്കുന്നതുകൊണ്ട് പറയും. വേറെ ആർക്കും ഇതിനകത്ത് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ കാണുന്നത്. നമ്മൾ പറയുന്നത് മൊത്തം എന്നെ കൊണ്ടോ നിങ്ങളെ കൊണ്ടോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ അതിന് ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരോ അല്ല, അതിനുള്ള റെസ്പോൺസിബിലിറ്റിയോ അത്രയ്ക്ക് ഇല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിധികളുണ്ട്. നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്ന കൂടുതൽ ആൾക്കാരെ അറിയിക്കാനോ അല്ല യൂട്യൂബ് ചാനലൊക്കെ ഉള്ളതുകൊണ്ട് അല്ല നമ്മൾ ഇങ്ങനെയൊക്കെ ഇത്രയും പേർക്ക് വല്ലതൊക്കെ ഇങ്ങനെയൊക്കെ വീഡിയോ ഇട്ട് സപ്പോർട്ട് ചെയ്യാനോ അല്ലെ ഇതിനെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തൽ വരുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോസ് ഒക്കെ ഇടാനേ പറ്റത്തുള്ളൂ. അല്ലാതെ ഇറങ്ങിച്ചെന്ന് ബാല എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ചെയ്യേണ്ടവരുണ്ട് ഇവിടെ, ഉറപ്പായിട്ടും ഉണ്ട്. അവര് അങ്ങോട്ട് ചെല്ലാൻ ഇങ്ങനെ മസിൽ പിടിച്ച് ഇങ്ങനെ ഇരിക്കുക അതൊക്കെ കണ്ടിട്ട്. അതെന്ത് പരിപാടി എനിക്ക് മനസ്സിലാവുന്നില്ല. അതെന്തൊരു മസിൽ എടുത്തോ? അങ്ങനെയൊക്കെ ഇവിടെ ഏത് പെങ്കൊച്ചിന് എന്ത് രീതി കിട്ടാനാ? അവർക്ക് ഇത്രേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അത് പോരാ. ഇപ്പൊ ഒരാള് കാലൊടിഞ്ഞിരിക്കുന്ന ഒരാൾ പ്ലാസ്റ്റർ ഇട്ടോണ്ടിരിക്കുമ്പോ ഞൊണ്ടിയല്ല നടക്കാൻ പറ്റത്തുള്ളൂ. അവരോട് ഇറങ്ങി ഓടണമെന്നൊക്കെ നിർബന്ധിച്ചാൽ പറ്റൂ എന്ന് പറഞ്ഞ പോലത്തെ ഒരു കണ്ടീഷൻ എലിസബത്തിനുണ്ടെന്ന് വിചാരിക്കുക. ഇനി ഇതിനു മുമ്പ് ഈ കണ്ടീഷൻ കണ്ടിട്ടില്ലെന്ന് വിചാരിച്ചു. ഇത് ഫസ്റ്റ് കേസാണ് ഇങ്ങനെ ഒരു കണ്ടീഷൻ. അവരെ കൺസിഡർ ചെയ്യണ്ടേ? അവർക്കൊരു കൺസിഡറേഷൻ വേണ്ട. അതെന്നാ പരിപാടിയാ? അവര് അപ്പം അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് ഇപ്പൊ മനസ്സിലായി. നമുക്ക് ഇതുവരെ ഒരു പരിചയമില്ലാത്ത കൊറോണ എന്നൊരു കണ്ടീഷൻ മനസ്സിലായി. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? മാസ്ക് വെച്ചു, മറ്റേ ചെയ്തു, മറിച്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ആദ്യം ലോകത്താദ്യം നടന്ന സംഭവത്തിന് നമ്മൾ എന്തെങ്കിലും ഒരു റിയാക്ഷനോ റെസ്പോൺസോ അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുന്ന ഈ കാണുന്നത് എന്ന് പറഞ്ഞ പോലെ ഈ അതോറിറ്റിക്ക് എന്താ ചെയ്യാത്തത്? ഈ കണ്ടീഷൻ മനസ്സിലായില്ല. ഈ കൊച്ചിന് പുറത്തു പറയാനോ അല്ലെങ്കിൽ ഇവിടെ കൊടുക്കാനോ എന്തോ അറിവില്ലായ്മയോ കഴിവില്ലായ്മയോ ഉള്ള ഒരാളായിട്ട് കൺസിഡർ ചെയ്യുക. അങ്ങനെ ഒരാളെ റേപ്പ് ചെയ്തെന്ന് അയാൾ അവിടെ വരുന്നു പറഞ്ഞാൽ അയാൾക്ക് നീതി കിട്ടണ്ടേ? അപ്പൊ ഈ ഉറപ്പ് കൊടുത്തവരെവിടെ? മനസ്സിലായോ? അതിനിടയിൽ ബാല ഇടന്നുകൊണ്ട് ഈ നമ്പറൊക്കെ കാണിച്ചൊന്നും നടക്കത്തില്ല. അതൊന്നും നടക്കാൻ പോകുന്നില്ല. വെറുതെ ബാലയും അയാളെ കള്ളക്കേസും കൊടുത്ത് നടക്കുക. ഇനി ഇങ്ങനത്തെ പരാതി കൊണ്ട് മറ്റൊരു പറഞ്ഞാൽ ഇവിടെ കേസ് എടുക്കുന്നതും വേറെ സംഭവമായിട്ട് എനിക്ക് തോന്നുന്നു. ഇതിനൊക്കെ എന്ന് പറയുമ്പോൾ ഇതിന് കേസ് എടുത്ത് ഇനിയിപ്പോ നമ്മളെ കൂടെ അങ്ങോട്ട് വിളിപ്പിച്ച് വലിയ കുറ്റക്കാരനാക്കി തൂക്കിക്കൊല്ലുമെന്ന് അറിയുന്നില്ല.
ഞാൻ മുമ്പ് ഈ പറഞ്ഞ പോലെ മോഹൻലാൽ ഇഷ്യൂവിനകത്തും പറഞ്ഞൊന്നും അവര് കേട്ടിട്ടില്ല. ഒരു വാക്കാണ്ട് അവര് കേട്ടത്. അല്ലാതെ പറഞ്ഞ കാര്യത്തിലൊന്നും ഒരു ആൻസർ ഒരിടത്തുനിന്നും കിട്ടിയിട്ടില്ല. അത് ആർക്കൊന്നും പറയാനും ഇല്ല. ഇങ്ങനൊക്കെ വെട്ടി തുറന്ന് പറയുമ്പോ നാളെ ഇനി ബാല തോക്കിട്ട് വരൂ. ബാല ഇനി ഒരിടത്തും തോക്കോ ഒരു പരിപാടിയായിട്ട് പോകത്തില്ല. ബാലയുടെ പരിപാടി കഴിഞ്ഞു. ബാല നിർത്തി. ഇനി എവിടെയോട്ടെങ്കിലും പോയി ഇറങ്ങിയാൽ പിന്നെ ബാലയ്ക്ക് ഒരു സാധ്യതയില്ല. ബാല അവിടെ പിന്നെ നേരെ ഉള്ളിൽ പെട്ടെന്ന് കയറാം. ഇപ്പൊ കുറച്ച് താമസിക്കും. അവൻ അറിയാം ഇതൊക്കെ. അവൻ അറിയാതെ ചെയ്യുന്നൊന്നുമല്ല. അവനോട് അഡ്വക്കേറ്റ്സ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവന്റെ കൂടെ ഇരുന്ന്. അതുകൊണ്ട് അവനിപ്പോ പോയത് വരെ. അവൻ എന്തുകൊണ്ട് അവിടെ പോകുന്നു ചോദിച്ചാൽ അതിന് കാരണം എനിക്കറിയാം. എന്താ അതെങ്ങനെയാണ് അവൻ അറിയുന്നതെന്നും എവിടെ കൂടെ പോകുന്നതെന്ന് വരെ എനിക്കറിയാം. പോരെ? അങ്ങനെ അവൻ അത് ചെയ്യേണ്ട സമയത്ത് അവൻ ചെയ്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഇത് ഇന്നലെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ വീഡിയോ ഇട്ടപ്പോഴേ ഞാൻ പറഞ്ഞു നാളെ രാവിലെ കാണാം ഇവൻ ഇതുപോലത്തെ പണിയും കൊണ്ട് പോകുന്നതാണെന്ന് പറഞ്ഞു. നമുക്കറിയാം ഇവൻ എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്നൊക്കെ. ഒരു സംശയമില്ല എന്ന കാര്യത്തിൽ. അതേ അവൻ ചെയ്തിട്ടുള്ളൂ. അല്ല കൂടുതലൊന്നും വലിയ ഒരു സംഭവം ചെയ്തിട്ടില്ല. അവൻ തോക്കും എടുത്തൊന്നും വരത്തൊന്നുമില്ല. പിന്നെ അവൻ വേറെ വല്ലവരെയും വിട്ട് വല്ലതും ഒപ്പിക്കാൻ നോക്കിയാലേ ഉള്ളൂ. ഡയറക്റ്റ്ലി ഒന്നും ചെയ്തൊന്നുമില്ല. അവസാനിപ്പിക്കല്ലേ? കേസ് കൊടുത്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അവിടെ നിന്ന് എന്തെങ്കിലും ഇല്ല അവിടെ ഇവൻ എന്താ പരാതി കൊടുത്തേക്കെന്ന് നമുക്ക് അറിയത്തില്ലെന്നേ. ഇവൻ ഈ യൂട്യൂബ് വീഡിയോ വെച്ചിട്ടൊക്കെ ചെയ്യാനുള്ള. അല്ല നമുക്ക് ഇവരുമായിട്ട് യാതൊരു കോൾസ്, ഞാനും ബാലയും തമ്മിൽ ഫോൺ കോൾ ഇല്ല, നേരിട്ട് കണ്ടിട്ടില്ല. മനസ്സിലായോ? ഈ കേസൊക്കെ നടന്നില്ല. ഞാൻ ആദ്യമായിട്ട് ബാലയെ കാണുന്നത് എപ്പോഴാണെന്നറിയാം? അമൃതയുടെ കേസിന് ജാമ്യം എടുക്കാൻ പോയില്ലേ, അപ്പൊ ഞാൻ കോർട്ടിന് അവിടെ ഒന്ന് വീഡിയോ ഇട്ടു, ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ആദ്യമായിട്ട് ബാലയെ കാണുന്നത് നേരിട്ട്. അതുവരെ ബാല ഞാൻ കണ്ടിട്ടില്ല. ബാല ഇവിടെ വന്ന് കയറിയതൊക്കെ മാക്കിന്റെ നേരെയാണ് കാണിച്ചത്, എന്റെ നേരെ അല്ല അവൻ കാണിച്ചത്. എന്നെ പിടിക്കാൻ വന്നിട്ട് അവനെ കിട്ടില്ല, എന്നാ പിന്നെ ഇവരെ കരണ്ടേക്കാന്ന് പറഞ്ഞുകൊണ്ട് ചെയ്ത പണിയാത്. അന്നത്തെ ദിവസം ഒരു പ്രാവശ്യം ഈ ആറാട്ടനെ വിളിക്കുമ്പോൾ ബാല എടുക്കുന്നുണ്ട് ഫോൺ. അപ്പൊ ഞാൻ ബാലയിടാ, ബാല ചേട്ടന്ന് വിളിക്കടാന്നൊക്കെ. ആര്? ആ പൊട്ടനെയോ? അവരെന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ ഇവൻ പറയുന്നത് ഇപ്പഴാ ഇവനുമായിട്ട് എന്താണ്ട് സംഭവം ഉണ്ടെന്ന്. അതൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഒരാളുമായിട്ട് ഒരു ബന്ധമില്ല. ഞാൻ വളരെ കുറച്ച് കോൾസ് അറ്റൻഡ് ചെയ്ത് പോലും. അത് എന്റെ കോൾ റെക്കോർഡോ എന്ത് വേണം എടുത്തോട്ടെ. ഞാൻ സംസാരിക്കുന്ന സ്ഥിരമായിട്ട് സംസാരിക്കുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അവരോട് അല്ലാതെ ഒരു മനുഷ്യനോട് ഞാൻ വിളിച്ച് സംസാരിക്കത്തില്ല. അല്ലെ എന്തെങ്കിലും ആവശ്യമായിട്ട് നമ്മളെ വിളിച്ചാൽ നമ്മൾ ഓക്കെ അതിനകത്ത് ഇടപെടാം, അല്ലെ പോവാം, അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെയുള്ളവരായിട്ടൊന്നും എനിക്കൊരു ബന്ധമില്ല. അല്ല, ആ തോക്കിന്റെ കേസ് എന്തായി? അത് പിൻവലിച്ച കോടതി നടക്കുന്നുണ്ട്. ഇപ്പൊ അതിനകത്ത് ഇപ്പൊ സാക്ഷി ഇവിടെ വരുമ്പോൾ കുറച്ചുകൂടി സ്ട്രോങ് ആവും. മനസ്സിലായി? അപ്പൊ പോലീസുകാരുടെ കൃത്രിമവും മറ്റേതും മറിച്ചൊക്കെ കൂടെ ആഡ് ചെയ്ത് കംപ്ലൈന്റ് കൊടുക്കണം. ഇതുവരെ കൊടുത്തിട്ടില്ലെന്നുള്ള എന്റെ കുഴപ്പമാണ്. കൊടുക്കണം. ആരെ കൊടുക്കാൻ? നാളെ ചെയ്താൽ മതി എന്നുള്ള പ്രശ്നം നീണ്ടുപോകുന്നത് നമ്മുടെ ഇത് ഉഴപ്പ്. എനിക്കത് പറ്റിയിട്ടില്ല ഇതുവരെ കൊടുക്കാൻ. കംപ്ലൈന്റ് എഴുതാനായിട്ട് വക്കീലിന് സമയമില്ല, വന്നിട്ട് നടക്കാതെ പോകുന്നു. അത് കൊടുക്കണം, ഉടനെ കൊടുക്കണം. കാരണം ഓൾറെഡി ആളെ കിട്ടിയിട്ടുണ്ട്. പിന്നെ എടുത്തടിച്ചും കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു വർഷമായിട്ട് അതവിടെ ഇരിപ്പുണ്ടല്ലോ. ഇനി ഒരു വർഷം കൂടി ഇരുന്നാലും കുഴപ്പമൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ബാല ചെകുത്താൻ കോംപ്രമൈസ് ആവും. കോംപ്രമൈസ് എന്ന് പറയുന്ന സംഭവം ഇവനായിട്ട് എന്ത്? അങ്ങനൊന്നും ഇല്ല, ഒരിക്കലും ഇല്ല. എന്തിന് ഇവന് കാണിച്ചു കൊടുത്തതിനൊക്കെ മനുഷ്യർക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമോ? അവരോട് ഫിനാൻഷ്യലി സെറ്റിൽമെന്റ് ചെയ്യാൻ ചെറിയൊരു കോളൊക്കെ അന്ന് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അത് അങ്ങനൊന്നും വന്നിട്ടില്ല. അത് നമ്മളെ ചുമ്മാ എവിടെ ഇരുന്നുകൊണ്ട് കൂട്ടുകാർ തമ്മിൽ അയക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഒരുത്തിനടുത്ത് അയച്ചു കൊടുത്തതിന്റെ പ്രശ്നം അത്. അല്ലാതെ അവനായിട്ട് ഒരു സംസാരമേ ഇല്ല. കോംപ്രമൈസ് പരിപാടി ഇല്ലെടുക്കും. ഞാൻ പിന്നെ ഇങ്ങനത്തെ ഒരു സിനാരിയോയില് എന്താ സാധാരണ ചെയ്യുന്നത്? ഇവിടെ ഉള്ളവരെങ്ങനെ കോംപ്രമൈസ് ചെയ്യും? അതിന്റെ ഒരു രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് എന്റെ ഒരു കൂട്ടുകാരൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവനൊരു ഓഡിയോ അയച്ചതായി കേൾക്കുന്നത്. അല്ലാതെ അതിനകത്ത് അവരോടൊന്നും നമ്മൾ ഒരു കോൺവെർസേഷനും ഇല്ല. മനസ്സിലായോ? ഇപ്പൊ എന്നോട് നീ വിളിച്ചിട്ട് പറയാം കോംപ്രമൈസ് ചെയ്യും. ഞാൻ അങ്ങനെ കോംപ്രമൈസ് ചെയ്യുന്നത് ഇങ്ങനെയാ, മനസ്സിലായല്ലേ? അല്ല ചുമ്മാ ഇങ്ങോട്ട് ബാല നീ എന്നാലും ബാല ഇങ്ങോട്ട് കോംപ്രമൈസ് ചെയ്യടാ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങ് ഇരുന്ന് കൊടുക്കും. അപ്പൊ എന്താ ചെയ്യണ്ടേ? എങ്ങനെ ഇവിടെ നടക്കുന്ന ഈ പരിപാടി? അങ്ങനെ കോംപ്രമൈസ് ചെയ്യാൻ അവൻ എന്ത് ചെയ്യണം? അത്രയും ഒരു സിനാരിയോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോലത്തെ ഒരു സാധനമാണ് ഈ വീഡിയോ ഓടിയത്. അല്ല അവനോടൊന്നും വിളിച്ചിരുന്ന ഇങ്ങനെയൊന്നും അല്ല കേസ് വരുന്നേ. ഷേടാ താൻ എന്താ ചെയ്തത്? ഈ ഓഡിയോ ഒരു സാധനം ഇല്ലാത്തടത്തുനിന്ന് പോയിട്ട് ഒരു അവൻ കാണിച്ച് നിങ്ങൾ കണ്ടില്ലേ? ബാലയ്ക്ക് ഇങ്ങോട്ടും പറയാൻ പറ്റത്തില്ല, എനിക്ക് അങ്ങോട്ടും പറയാൻ പറ്റത്തില്ല. ബോധമുള്ളവർ ചെയ്യത്തില്ല. കാരണം എന്തോ പറഞ്ഞാൽ അത് പ്രശ്നമാവും. ബാല എന്നോട് കോംപ്രമൈസിന് ശ്രമിച്ചെന്ന് പറഞ്ഞാൽ ബാലയുടെ പരിപാടി ചെയ്തു, ഞാനത് റെക്കോർഡ് എടുക്കും. മനസ്സിലായോ? ഞാൻ ചെന്ന് ഈ സാധനം അങ്ങോട്ട് അത് 6 എണ്ണം വഴിയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് എന്നാ ബോധമില്ല, ഞാൻ എന്നാ ഒട്ടനാ? അത് നടക്കത്തില്ല, അത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായത് എനിക്ക്? നമ്മൾ എങ്ങനെ ചെയ്യും? ഞാനിപ്പോ ഇത് എന്തെങ്കിലും കാരണവശാൽ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞു, ഇച്ചിരി പറയുന്നവർ അവിടെ എത്തുന്നുണ്ട്. പലയിടത്തും നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടി തുടങ്ങിയിട്ട് എവിടെ ഫോൺ ചെയ്താലും അത് കറങ്ങി തിരിഞ്ഞ് അവിടെ എവിടെയെങ്കിലും ഒക്കെ ചെല്ലും. അപ്പോഴാണ് ഞാൻ ആ പ്രശ്നത്തിനിടയിരുന്നുകൊണ്ട് ഇത്ര രൂപ തരാമെങ്കിൽ അത് നടക്കത്തില്ല.
അത് ചുമ്മാ ബോധമില്ലാത്തവർക്ക് തോന്നുന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അങ്ങനെയൊന്നും അല്ല, അത് ചെയ്യുവാണെങ്കിലും ചെയ്യേണ്ടത്. എനിക്ക് അതും അറിയാത്ത ആളൊന്നും അല്ല. വേണമെങ്കിൽ നമുക്ക് വേറെ ചാനൽ വഴിയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ ഇങ്ങനെ ചെയ്യത്തില്ല, മനസ്സിലായി? ചെയ്യേണ്ടതാണെങ്കിൽ അതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കും എങ്ങനെ ചെയ്യണം. എങ്ങനെ ചെയ്യുന്നത്? നേരെ ആറോട്ടെണ്ണം ഓടി അത്രയ്ക്ക് ബോധമില്ലാത്ത ഒരാളാണെന്ന് എന്നോട് ഇത്രയും നാൾ സംസാരിച്ചിട്ട് ഇങ്ങനെയൊക്കെ തോന്നുന്നു തന്നെ ഒരു നാണക്കേട് പോലെ തോന്നുന്നു എനിക്ക്. എന്തെല്ലാം കാര്യങ്ങളാണ് അതിനിടയിൽ ഈ ഒരു മണ്ടത്തരം. അത് നടക്കത്തില്ല. ഇതിനൊരു അവസാനം എന്താണ് ഉള്ളത്? അവസാനം എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ലല്ലോ. കേസൊക്കെ ആയി ഇനി അവന് എന്തൊക്കെ കുറെ നടക്കും. ഇവൻ നാണം കെട്ടായാലും തീർന്നു. സമൂഹത്തിന്റെ മുന്നിൽ നാണം കെട്ടുന്ന ആളിരിക്കുകയാണ് ഇവൻ. ചുമ്മാ ഇങ്ങനത്തെ ഒരു ഹൈപ്പ് ഉണ്ടാക്കാൻ വീണ്ടും കയറി അവന്റെ ഭാഗത്ത് തെറ്റില്ല. കുറച്ച് പേര് ബാക്കിയുണ്ട്, അവരെ പറ്റിക്കാനുള്ള പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ അവനും അറിയാത്ത കാര്യമൊന്നുമല്ല. എല്ലാരും ചോദിക്കുന്നത് ബാലയെ വിറ്റ് എത്ര പൈസ ഉണ്ടാക്കി എന്നൊക്കെ ചോദിക്കുന്നത്. ഇന്ന് പ്രസ് മീറ്റില് അതാണ് പറഞ്ഞത്, ബാലയെ വിറ്റ് നമ്മൾ ഉണ്ടാക്കുന്നതിനൊക്കെ കൂടുതൽ. ഞാൻ അങ്ങനെ ഇടും. ഞാൻ ഇവന്റെ കണ്ടന്റ് എന്റെ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കും. ഒരു 4-5 എണ്ണത്തിൽ ഞാൻ എടുക്കത്തില്ല. അങ്ങനെ എൽസവത്ത് ഒരു 10 വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒറ്റ എണ്ണത്തിന് റിയാക്ട് ചെയ്തിട്ടില്ല. ഇന്നലെ റിയാക്ട് ചെയ്യുന്നത് ആദ്യമായിട്ട് എൽസവത്തിന്റെ വീഡിയോ എടുത്തിട്ട്. പിന്നെ അതിന് മുമ്പ് തോക്കിന്റെ കാര്യം പറഞ്ഞിട്ട് എന്റെ പാന്റ് എടുത്തോണ്ട് പോയത് ഓർക്കുന്നുണ്ടോ? അന്നൊരു സഞ്ചിയും തൂക്കിക്കൊണ്ട് ആറാടന്റെ ഒരു സഞ്ചി കൊടുത്തിട്ടുണ്ടാകും. ഇനി അതൊരു പാന്റ് എടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ആ സഞ്ചിയിൽ പാന്റ് ഇട്ടുകൊണ്ട് പോയത് എന്തിനാണ് എൽസവത്ത് പറയുന്നത് കേട്ടോ. അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഡിസ്കഷൻ. അതിനകത്ത് കഞ്ചാവ് വെച്ചിട്ട് അത് കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത് എന്നെ കഞ്ചാവ് കേസിൽ പ്രതിയാക്കാൻ നോക്കുന്നത് ഇവൻ. അത് ഞാൻ ഇപ്പഴാണ് അറിയുന്നത്. ഇവൻ എന്തിനാ ഈ പാന്റ് എടുത്തെന്ന് വെച്ചാൽ നമ്മൾ കളിയാക്കും ഇവനെ, മനസ്സിലായോ? ഇവിടെ ഇവൻ ഈ പാന്റ് എന്തിനാ കൊണ്ടുവന്ന് ഇവന് ചിലപ്പോ ഞാൻ കുറെ തറ വർത്താനാന്ന് പറഞ്ഞത്. പക്ഷെ ഇതിനാണ് ഞാൻ കൊണ്ടുവന്നത്. ഒന്ന് ആലോചിക്കുക. എന്നിട്ട് അവൻ വീഡിയോക്കകത്ത് ഇടയ്ക്ക് പറയുന്നുണ്ട് ഇവൻ MDMA ആണ്. ഞാൻ അവിടെ ചെന്നപ്പോ MDMA ഉണ്ട്, MDMA-ക്കാരായി ഇവരെന്നൊക്കെ പറഞ്ഞു. മനസ്സിലായി? എല്ലാം ഇതിന് അഥവാ അങ്ങനെ വല്ലതും ചെയ്തിരുന്ന എന്തോ ചെയ്തേനെ. അത് പോലീസുകാർ സമ്മതിക്കാഞ്ഞായിരിക്കും. ചിലപ്പോൾ വിളിച്ച് ചോദിച്ചതാണ്. ഇങ്ങനെ പാൻ എടുത്തോണ്ട് വന്നിട്ടുണ്ട്, അതിനകത്ത് എനിക്ക് ഇത് കിട്ടിയെന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഓർഡറാന്ന് പറഞ്ഞാൽ കണ്ടം വഴിയോ അല്ല അങ്ങനത്തെ പൊട്ടത്തിലേക്ക് ഇരിക്കുന്നത്. ഇപ്പൊ എന്നാ തോക്കായിട്ട് വന്നത് ഇവിടെയാണോ? ഇവിടെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഈ കുറച്ചു മുമ്പ് പറഞ്ഞു മറ്റേ എലിസബത്ത് ഒരു സാക്ഷിയാണെന്ന് പറഞ്ഞല്ലോ. എലിസബത്ത് സാക്ഷിയാവുന്നത് തോക്കുണ്ട് എന്നുള്ളതിന്റെ, അല്ലാതെ ഈ ഇൻസിഡന്റ് ഇവിടെ നടന്നതിനെ പറ്റി സാക്ഷിയൊന്നുമില്ല. മറ്റേ ജിമ്മ് ട്രെയിനറും പിന്നെ ഒരു ലോക്കൽ ഒരു പയ്യനുണ്ട്, എന്തോ ഗുണ്ട സെറ്റപ്പ് ഉള്ളവനാന്ന് പറയുന്നുണ്ട്. ആ 3 പേരാണ് ഇതിനകത്തുണ്ടാകുന്നത്. വീഡിയോയിൽ ആറട്ടണം കൃത്യമായിട്ട് പറയുന്നുണ്ട് തോക്കി വിട്ടു. ആറട്ടന്റെ വാക്ക് നിയമത്തിന്റെ മുന്നിൽ ശരിയല്ല. പക്ഷെ നിയമത്തിന്റെ മുന്നിൽ എന്ന് പറയുമ്പോൾ കണ്ടീഷൻസ് സപ്ലൈഡ് വേറെ സാധനം ഉണ്ടായിരുന്നു. അല്ല, അപ്പൊ ഞാൻ ചോദിക്കുന്നില്ലേ, എലിസബത്ത് കണ്ടിട്ടുണ്ടായിരുന്നു? നിരസിക്കത്തില്ല. എലിസബത്ത് കണ്ടിട്ടുണ്ടായിരുന്നു ബാലയുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നത്. അവർ ബാല ഒരു കൂടെ വന്ന ജിം ഓണർ ഒരു സഞ്ചി തൂക്കിക്കൊണ്ടിരിപ്പില്ലേ, അതിനകത്ത് തോക്കുണ്ടെന്നുള്ളത് എലിസബത്തിന് അറിയാം. അത് ഇനി തോക്കും കൊണ്ട് ബാക്കി സ്റ്റോറിയും വണ്ടിക്കകത്തുള്ളത് എല്ലാം അവർക്കറിയാം. അപ്പൊ തോക്കുമായിട്ടാണ് വന്നെന്നുള്ള കാര്യത്തിൽ ഷുവറാണ്. ആ തോക്ക് എടുത്തോണ്ട് മണ്ടയ്ക്ക് കയറിയിട്ട് വെറുതെ തോക്ക് പിടിച്ചോണ്ട് നിന്നിട്ടൊന്നുമില്ല. ആ തോക്ക് എടുത്തിട്ടുണ്ട്, മാക്ക് നേരെ ചൂണ്ടിയിട്ടുണ്ട്. അത് മാക്കും ആറാട്ടനും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആറാട്ടന് വെളിവൊന്നും ഇല്ലെന്നൊക്കെ പറയും, പക്ഷെ അയാള് എല്ലാം അങ്ങനെ വെളിവില്ലാത്ത അയാൾക്ക് ഓർമ്മയൊന്നും ഇല്ലാത്ത പ്രശ്നമൊന്നുമില്ല. അയാൾക്ക് പേടിക്കുമ്പോൾ മാറ്റി മാറ്റി പറയുന്നത്, അത് പേടിപ്പിച്ച് കഴിഞ്ഞാൽ ആരാണെന്ന് പേടിച്ച് മാറ്റി പറയും. അതുപോലെ അയാൾ പറഞ്ഞിട്ടില്ല. അല്ലാതെ ഓർമ്മക്കുറവുള്ളതായിട്ട് ഒരിടത്തും അയാൾക്ക് തോന്നിയിട്ടേ ഇല്ല. താനെടോ വീഡിയോ ഇവിടുത്തെ ഇന്റർവ്യൂ ഒക്കെ കാണാം ആറാട്ടനെ. പഴയ മോഹൻലാലിന്റെ വന്ദനത്തിനകത്ത് മോഹൻലാലിന്റെ ക്യാരക്ടറിന്റെ പേരെന്താന്ന് വെച്ചാൽ ആളത് പറയും. അതിന്റെ ഡയറക്ടർ ആരാന്ന് പറയും. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറയുന്നത്. ഓർമ്മക്കുറവൊന്നും ആറാട്ടനില്ല. പിന്നെ ആറാട്ടനെ പേടിച്ചിട്ടും തിരിച്ചും മറിച്ചും പറയുന്നൊരു അസുഖമുണ്ട് പുള്ളി വെറുതെ ഇരിക്കുമ്പോൾ ഓരോന്ന് കള്ളത്തിലൊക്കെ പറയും. അത് അയാളുടെ ഒരു കുഴപ്പമാണ്. അല്ലാതെ അയാൾക്ക് ഓർമ്മക്കുറവൊന്നുമില്ല. ഈ തോക്കിന്റെ കേസിൽ ഇപ്പൊ നിലവിൽ ബാലയുടെ ഭാഗത്താണോ ചെകുത്താന്റെ ഭാഗത്താണോ അപ്പൊ ആറാട്ടണ്ണ? ആറാട്ടൻ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ബാലയ്ക്ക് എതിരാണ്. പിന്നെ എന്റെ ഭാഗത്തോട് നിർത്താൻ ഞാൻ ഇപ്പൊ ആറാട്ടനോട് ഇടപെടുന്നില്ല. ആറാട്ടനെ വിളിച്ചാലും ഫോൺ എടുക്കത്തില്ല. ആറാട്ടനായിട്ടുള്ള കമ്പനി നിർത്തി. കാരണം ഇയാളെ ഈ അപവാദം പറയും. നമ്മൾ കൂടെ നടന്നിട്ട് പറഞ്ഞാൽ കുഴപ്പമില്ല. ചിലർക്ക് വിശ്വസിക്കും ഇത് പറയുന്നത് കൊള്ളതാണോ. ഞങ്ങൾ ഇവ തമാശയ്ക്ക് ഇയാളെ കൊണ്ട് പറയിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ അത് കൂടാതെ എക്സ്ട്രാ പറയും. ഇപ്പൊ ഇയാൾ ഈ ബാലയുടെ കേസിൽ 1 ലക്ഷം രൂപ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വിശ്വസിക്കത്തില്ല. അത്രയും കള്ളത്തരങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഒഴിവാക്കിയത്. അയാൾ അത് ബാലയെ പറ്റി പറയത്തില്ല. കാരണം അയാൾക്ക് ബാലയെ പേടിയാ. നമ്മളൊരു പേടിയില്ല, എന്തും പറയാം. അത് വേണ്ട. അങ്ങനെ ഇനി അടുപ്പിക്കുന്നില്ല. അയാൾ ഇനി ഒരിക്കലും അടുപ്പിക്കുന്നില്ല. ഈ പരിസരത്ത് അടുപ്പിക്കത്തില്ല. ഫോൺ കോൾ പോലും അറ്റൻഡ് ചെയ്യത്തില്ല. ഇന്നലെ ഏതോ വേറൊരു നമ്പറിൽ നിന്ന് വിളിച്ചത്. അതുകൊണ്ട് എനിക്ക് അറ്റൻഡ് ചെയ്യേണ്ടി വന്നു. എന്നോട് ഞാൻ നിങ്ങളോട് ക്ഷമിക്കൂ, അതായതാണ് ഞാൻ നിങ്ങളോട് ക്ഷമിച്ചില്ലേ, നിങ്ങൾ എന്നോട് ക്ഷമിക്കൂ എന്നൊക്കെ പറയാം. എന്നൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞു ഒന്നുമില്ല, ക്ഷമയൊന്നും ഉണ്ടായിട്ടല്ല. എനിക്ക് തന്നോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് വേണ്ടതില്ല. ഞാൻ താല്പര്യമില്ലാത്ത സംസാരിക്കാറില്ല, അത്രേ ഉള്ളൂ. അത് എന്നോട് താല്പര്യം ഇല്ല.
ഇത്രയും വലിയ പ്രൈം സാക്ഷി ഉണ്ടായിട്ട് എന്തുകൊണ്ട് കേസ് മുന്നോട്ട് പോകുന്നില്ല എന്നാണ്. കേസ് ഉണ്ടോ, കേസ് കിടപ്പുണ്ട്. പക്ഷെ പ്രശ്നം കേസിന്റെ അല്ല പ്രശ്നം. പോലീസ് താനൊന്ന് ആലോചിക്ക്, തന്നെ കൊല്ലാനൊരുത്തൻ വന്നെന്ന് താൻ പോലീസ് സ്റ്റേഷനിൽ എന്ന് പറയാം, അതും തോക്കുമായിട്ട് ഇത്രയും വെളിവില്ലാത്തൊരുത്തൻ ഒരു സിനിമ കാണും തോക്കും കൊണ്ട് വന്നെന്ന് പറയുമ്പോൾ താൻ അവിടെ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ പറയുമ്പോൾ പോലീസുകാർ നമ്മളെ കളിയാക്കുന്നു. തോക്കുണ്ടോ? ഒറിജിനൽ ഒന്നും ആയിരിക്കത്തില്ല. അങ്ങനെയാണ് അവർ ഇടപെടുന്നത്. ഇപ്പൊ ഞാൻ തന്റെ വീട്ടിൽ വന്നേ കാണാം എന്നെ അതായത് പോലീസുകാരൻ പറഞ്ഞു തോക്കുമായിട്ടാ വന്നത്. പിന്നെ അവർ തോക്ക് എന്നെ ഇടിച്ചു മേടിക്കും. ഇല്ലാത്ത തോക്കുകൾ ഉണ്ടാക്കുന്നവരെ അവര്. അത് ബാലയായതുകൊണ്ട് മാത്രം അവരത് വെറുതെ വിടുന്നത്. അവൻ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടോ കൈക്കൂലിയാടോ, കൈക്കൂലി എന്ന് തന്നെ പച്ചയ്ക്ക് പറയാം. കൈക്കൂലി കൊടുത്തിട്ടുണ്ട് ആ സ്റ്റേഷനിൽ ആർക്കോ. അവൻ കാശ് കൊടുത്തോണ്ട് അവരത് വിടുന്നത്. അല്ലാതെ പോലീസുകാർ അങ്ങനെ വിടത്തൊന്നുമില്ല ആരെയും. അത് ഇങ്ങനത്തെ പണിയാണ്. എത്ര കേസിലുണ്ട് പോലീസുകാർ അങ്ങനെ അനങ്ങാതിരുന്നത്. എടാ എന്തിനാ ഞാൻ യൂട്യൂബിൽ ഒരു എന്താ तेरा पास बंगला गाड़ी है बंगला है मगर मेरा पास माँ है എന്ന് പറഞ്ഞപ്പോ മാ എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ട് എന്നെ പിടിച്ചോണ്ട് പോകുന്നു. ലോകമിത്രത്തിൽ ഫോട്ടോ എടുക്കുന്നു. ഇവിടെ കൊണ്ടുവന്ന് തെളിവെടുക്കുക. എന്താ തെളിവെടുപ്പെന്ന് പറഞ്ഞോണ്ട് ട്രൈപ്പോഡ്, മൈക്ക്, ഗിംബില്, എന്റെ ഫോണ്, വേറെ എന്തൊക്കെയോ ഇവിടെ നിന്നൊക്കെ എടുത്തോണ്ട് പോവാ. അവർ വന്ന് കസേര എടുത്തോണ്ട് പോകാൻ പോവാന്ന്. അത്രയും ചെയ്ത ഒരു പോലീസ് സിസ്റ്റം നമ്മൾ കാണുന്നത്. നമുക്ക് നേരെ വരുമ്പോ ഇതാ സംഭവിക്കുന്നത്. സിദ്ദിഖ് എന്ന് പറഞ്ഞ ഒരാൾ ഏതോ മോഹൻലാലിനെ പറ്റി എന്താ പറഞ്ഞപ്പോ ഈ മാ മേര പാസ് മേര മാ ഭാരത് മാ മാതാ എന്നൊക്കെ പറയുമ്പോ ഇവര് എനിക്കതിന് കേസ് എടുക്കുന്നുണ്ടല്ലോ. അത് യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടില്ലേ? സഞ്ജു ടെക്കി ഒരു വെള്ളം കൊണ്ട് പോയിട്ട് വണ്ടി ഇടിച്ചിട്ടൊന്നും അല്ല കേസായത്. ആ വീഡിയോ എവിഡൻസ്. അതുപോലെ എൽസോത്തിന്റെ വീഡിയോയ്ക്ക് ഒരു റെസ്പോൺസും ഇല്ല. ഒരു പെൺകുട്ടി റേപ്പ് എന്നൊന്നും പറഞ്ഞാൽ വീഡിയോ എടുക്കത്തില്ല. അത് നമ്മൾ എടുക്കത്തില്ല. അത് ആളോടെ കാര്യം. ഞാൻ ചെന്നിട്ട് പറയാം എല്ലാവരും ഒരു സംശയമാണ് ഇവരിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പോലീസ് സ്വമേധ കേസെടുത്ത് നാളെ വന്ന് എലിസബത്ത് പറയാ ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ എലിസബത്തിന് പറ്റുമോ? അപ്പൊ അത് എവിഡൻസ് അല്ലേ? എവിഡൻസ് സ്ട്രോങ് അല്ലേ? അയാൾക്ക് പറയാൻ പറ്റും അയാളുടെ പ്രൊഫൈലില് അയാളുടെ ശബ്ദത്തിൽ അയാൾ ഇട്ട വീഡിയോ അയാൾ അല്ല ഇട്ടെന്ന് പറയാൻ പറ്റുമോ? അപ്പോ 100% നമ്മൾ കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മനസ്സിലാവും ഇത് എവിഡൻസ് ആണെന്നുള്ളത്. അത് മാറ്റാൻ പറ്റത്തില്ല. ചുമ്മാ കത്തെഴുതി വിടുന്ന പോലല്ല. ഏറ്റവും നല്ല എവിഡൻസ് ഇതാണ്. നമ്മൾ കംപ്ലൈന്റ് എഴുതി കൊടുത്താൽ ചിലപ്പോൾ അവർ മാറി പോവും. അല്ലെങ്കിൽ ഇമെയിൽ അയച്ചത് വേറെ വല്ലതാണെന്ന് അവർ അന്വേഷിക്കണം. ഏത് ഐ ഡിന്നാണ് വന്നത്, ഇവരുടെ അഡ്രസ്സ് കറക്റ്റ് ആണെന്നൊക്കെ വെരിഫൈ ചെയ്യണം. പക്ഷെ ഫേസ്ബുക്ക് പ്രൊഫൈൽ അങ്ങനെയല്ല. അവർ കൃത്യമായിട്ട് വെരിഫൈഡ് അത് ഈസിയാ. അവർ നാളെ ചെന്നിട്ട് പറയാം ഞാൻ അല്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ പറയാം ഞാൻ അങ്ങനെ പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ഇവരെന്നെ വെറുതെ വിടും. യൂട്യൂബിൽ ഞാനല്ല പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇവരെന്നെ വെറുതെ വിടുമെങ്കിൽ ഓക്കെയാ. എൽസബത്ത് അല്ലെന്ന് പറയുമ്പോൾ കേസെടുത്തത് കൊണ്ട് പോലീസിന് നാണക്കേടുണ്ടാവാം. അത് പറ്റത്തില്ല. ക്ലിയർ എവിഡൻസ് ഉണ്ടായിട്ട് പോലും ചെയ്യുന്നില്ലെന്നുള്ളത് നമുക്ക് കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മനസ്സിലാകുന്നത്. അല്ലാതെ എനിക്ക് ഇതിന്റെ നിയമവശമോ അല്ലെ ഇവിടുത്തെ ഫോർമാലിറ്റി എന്തോ ആണെന്ന് ഒന്നും എനിക്കറിയത്തില്ല. മനസ്സിലായോ? എനിക്ക് ശരിയല്ലേ? ഇത് ഓൾറെഡി ഇതിനകത്തുള്ള രസം എന്താണെന്ന് വെച്ചാല് ഇവനെതിരെ പരാതി ആയിട്ടുണ്ട് പല സ്ഥലത്തും. അതായത് ഇവർ വിചാരിക്കാത്ത രീതിയിലൊക്കെ പലയിടത്തുനിന്ന് പോയിട്ടുണ്ട്. അതിന്റെ ആക്ഷൻ ആയിട്ടില്ലെന്നേ ഉള്ളൂ. അതിനാ ബാല ഇപ്പൊ ഇറങ്ങിയത്. അവന് എവിടുന്നേലും ഒരു ഇൻഫർമേഷൻ കിട്ടി കാണും. എനിക്കതാ തോന്നിയത്. മനസ്സിലായോ? ഓൾറെഡി ഒരു എൻക്വയറിയും പരിപാടിയൊക്കെ പലയിടത്തും നടക്കുന്നുണ്ട്. വേറെ ചില ആൾക്കാർ ഇടപെട്ടിട്ട്. അപ്പോ അതിന്റെ ആക്ഷൻ വരുമെന്നൊക്കെ കണ്ടിട്ട് ഇവൻ ആദ്യം പോയി കൊടുക്കുന്ന പോലെ കൊടുക്കുക. പക്ഷെ അതിന് മുന്നേ പരിപാടിയൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. പലതും ഇതേപോലത്തെ ഒരു കംപ്ലൈന്റ് പോയിട്ടുണ്ട്. വേറെ ഒരാൾ കേരളത്തിൽ നിന്ന് പോയാലും ഇങ്ങനത്തെ പരിപാടിയൊക്കെയാണ് പിടിക്കണം. അല്ല പിന്നെ എങ്ങനെ? ഇപ്പൊ അവരായിട്ടൊരു കംപ്ലൈന്റ് എൽസബത്തായിട്ടൊന്നും ചെയ്തിട്ടില്ലെന്നുള്ളതേ ഉള്ളൂ പ്രശ്നം. അതായത് പോലീസ് സ്റ്റേഷൻ ഇച്ചെന്ന് പറഞ്ഞില്ല, പക്ഷെ ലോകം മുഴുവൻ കേൾക്കത്തക്ക രീതി പറഞ്ഞിട്ടുണ്ട്. അല്ല, ചെകുത്താൻ ഫോഴ്സ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കംപ്ലൈന്റ് കൊടുക്കണമെന്ന്. ഞാൻ ആദ്യം കണ്ടപ്പോഴേ എൽസബത്തിനോട് പറഞ്ഞത് പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ എന്തൊക്കെ പരാതി എവിടെയൊക്കെ കൊടുക്കാവോ അവിടെ എല്ലാം കൊടുക്കണം. കൺസേൺ ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഹ്യൂമൻ റൈറ്റ്സിൽ വരെ കൊടുക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ ഈ വനിതാ കമ്മീഷന് കൊടുക്കാം. SP ഓഫീസിലാണ് കൊടുക്കേണ്ടത്. പിന്നെ വേണേൽ കമ്മീഷൻ ഓഫീസിലും കൊടുക്കാം. എല്ലായിടത്തും കൊടുക്കാം. നമുക്കെന്താ പരാതി കൊടുക്കുന്നത്? CC വെച്ച് തള്ളി അങ്ങ് വിടാം. ഇമെയിലും കൊടുക്കണം. അതുപോലെ തന്നെ പ്രിന്റഡ് ഡോക്യുമെന്റ് അത് കൈയോടെ കൊണ്ട് നേരിട്ട് കൊടുത്തിട്ട് റെസീപ്റ്റ് മേടിക്കണം. പിന്നെ പോരാ അതിന് മീഡിയയിലും വരണം. അതോടൊപ്പം മുഖ്യമന്ത്രിക്കും പരാതി കൊടുക്കണമെന്നാണ് പറഞ്ഞത്. ഇത്രയും ചെയ്യണ്ടേ? അത്രയും പണി ചെയ്യണം. പക്ഷെ അവർക്ക് അതിനുള്ളൊരു കേപ്പബിലിറ്റി ഇല്ല. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഞാൻ അവരെ ഫോഴ്സ് ചെയ്തിട്ടുന്നില്ല. അവരുടെ സജഷൻ മാത്രമേ ഉള്ളൂ. നമുക്ക് ഫോഴ്സ് ചെയ്തിട്ടുന്നില്ല. അങ്ങനെ ഫോഴ്സ് ചെയ്താൽ അവരെന്നോട് മിണ്ടത്തുമില്ല. അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ തോന്നും. നമുക്ക് അതാണ് ഇൻട്രസ്റ്റ് ഉള്ള പോലെ തോന്നും. ഇപ്പോഴത്തെ പെറ്റീഷണർ കോകിലയാണല്ലോ. കോകില ട്രാപ്ഡായി എന്നൊരു തോന്നുന്നുണ്ടോ? കോകില ഇപ്പൊ ഒരു എന്താ പറയണ്ട ഇവൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പരിപാടിക്കകത്ത് കോകിലക്കെതിരെ കേസ് വരും. ഉറപ്പായിട്ടും കോകില ഇതിനകത്ത് ഇടപെടേണ്ട ആളല്ല. കോകില പറഞ്ഞതൊക്കെ കോകിലക്ക് അറിയാത്ത കാര്യങ്ങളാണ്. ഒരു തെളിവും ഇല്ലാതെ എലിസബത്ത് മരുന്ന് കഴിക്കുന്നുണ്ടെന്ന് പറയാൻ ഇവർക്ക് എന്ത്?
ഇവക്ക് തന്നെ 15 വർഷം മുമ്പെന്ന് പറയുന്നത് കോഹ്ലിക്ക് 9 വയസ്സാണ്. അന്നോട്ട് ഒരു രീതിയിലും കോഹ്ലിക്ക് തെളിയിക്കാൻ പറ്റത്തില്ല എൽസത്ത് മരുന്ന് കഴിക്കുന്നുണ്ട്. അല്ലെ എൽസത്തിന്റെ അമ്മയൊക്കെ പറയുകയാണെങ്കിൽ ഓക്കെ, എൽസത്ത് 15 വയസ്സ് തൊട്ട് അവർക്കറിയാം. അത് ബാലയ്ക്ക് എങ്ങനെ അറിയാം എൽസത്ത് 15 വയസ്സ് തൊട്ട് മരുന്ന് കഴിക്കുന്നത്? ഏത് മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ട് ഇവരുടെ കയ്യിൽ? ഒന്നുമില്ല. അപ്പൊ അത് ചുമ്മാ പറഞ്ഞ അപവാദം. ഒരു മനുഷ്യനെ പറ്റി അവർക്ക് എന്തോ കുഴപ്പമില്ല, എന്ത് അസുഖമാണെന്ന് പറഞ്ഞ് അവർ പറയുന്നത് മാനസികമായ പ്രശ്നങ്ങൾ. ഇവരൊക്കെ മാനസികമായിട്ട് പ്രശ്നം ഉണ്ടെന്ന് ഇതിനു മുമ്പും ആറാട്ടണ് നിർത്തി പറഞ്ഞിട്ടുണ്ട് വീഡിയോയ്ക്കകത്ത്. അയാൾക്ക് മാനസികമായിട്ട് പ്രശ്നമുള്ള ആളാണെങ്കിൽ അയാളെ മരുന്ന് വരെ എടുത്ത് കാണിപ്പിച്ചാണ് ഈ ബാലം. അതെല്ലാം നമ്മൾ കണ്ടത്. അങ്ങനെ ചെയ്യാനേ പാടില്ലാത്ത കാര്യങ്ങൾ. ഒരിക്കലും വേറൊരാളുടെ അസുഖമോ മറ്റു കാര്യങ്ങളോ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ വെറുതെ പറയരുത്. ഉള്ളതുപോലും പറയാൻ പറ്റത്തില്ല പബ്ലിക് വന്ന് വേറൊരാള്. അപ്പോഴാണ് ഇല്ലാത്തത് പറയുന്നത്. അത്രയും വലിയ ഒരു സിവിയർ ആയിട്ടുള്ള ഒരു ഒഫൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ കോഹ്ലി നടത്തിയേക്കുന്നത്. കോഹ്ലിക്കൂടെ ജയിച്ചാ ഇവൻ പറയാതിരുന്ന മനഃപൂർവ്വ. കോഹ്ലിക്ക് ഇത് മനസ്സിലായി വരുമ്പോൾ സമയം എടുക്കും. മനസ്സിലായോ? അത് മാത്രമല്ല, ഈ റിലേഷൻഷിപ്പിലും മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ കോഹ്ലി ട്രാപ്ഡ് ആയതാണ്, ബാലയിൽ നിന്ന് ഇനി പുള്ളിക്കാരിക്കും. അത് കുറച്ച് സമയം എടുക്കും രക്ഷപ്പെടണമെങ്കിൽ. ആദ്യം നമ്മളിപ്പോ പറയുന്ന അമൃതയുടെ നമ്മൾ എന്താ കാണുന്നത്? നമ്മൾ വീഡിയോ കാണുന്നത് മതി ഇതിനകത്ത് മനസ്സിലാക്കാൻ. അതായത് അമൃതയുടെ കൂടെ നടക്കുന്നു, ഇന്റർവ്യൂ കൊടുക്കുന്നു, ഭയങ്കര സ്നേഹം, വേണ്ടൊക്കെ പറയുന്നു, പാട്ട് പാടുന്നു, വാവ് നല്ല സൂപ്പർ കപ്പിൾ. പിന്നടിയ ഫസ്റ്റ് ഹാഫ് ലവ് ആണ്, സെക്കൻഡ് ഹാഫ് ആക്ഷൻ ആണ്, വയലൻസ് ഉണ്ടാ, ലാഗില്ല, എല്ലാരും നല്ലപോലെ ചെയ്തിട്ടുണ്ടാ, ഇതല്ലേ നടക്കുന്നത്. പിന്നെ മറ്റേതാണെ പറയും ബാലയുടെ അടി കൊള്ളാം, അമൃതയുടെ പാട്ട് കൊള്ളാം, എൽസൂത്ത് നല്ല ഡോക്ടറാണ്, ഇതല്ലേ വേറൊന്നും. ഇതാ നടന്നോണ്ടിരുന്നത്. ഇപ്പൊ എൽസത്തിനെ കെട്ടുമ്പോഴും ഇത് തന്നെ. ഫസ്റ്റ് ഹാഫ് ലവ് ആണ്. ഈ കഥയ്ക്കൊരു വ്യത്യാസമൊന്നുമില്ല, സ്ഥിരമായ കഥയാ. ആക്ട്രസ് മാത്രമേ, ഈ നടികൾ മാത്രമേ മാറുന്നുള്ളൂ. നടൻ അതുപോലെ തന്നെ അവിടെ ഇരിപ്പുണ്ട്. മനസ്സിലായോ? അടിയായി. എന്നിട്ട് ഇപ്പൊ നമ്മൾ കാണുന്ന പടം തുടങ്ങിയതേ ഉള്ളൂ. പിക്ചർ അബീബി ബാക്കി ഹെ ബൈ. ഫസ്റ്റ് ഹാഫ് ലവ് ആണ്, സെക്കൻഡ് ഹാഫ് അടിയായിരിക്കും, ആക്ഷൻ ഉണ്ടാവും, വയലൻസ് ഉണ്ടാവും എന്ന് വേണം നേരത്തെ പറയാം. ഇയാളുടെ സിനിമകൾ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് തോന്നുന്നില്ല. ചില ഡയറക്ടർമാർ എടുക്കുന്ന സിനിമയൊക്കെ സിമിലർ ആയിട്ട് വരും. നമുക്കറിയാം. ഇത് കഴിയുമ്പോൾ പഴയ സിനിമകൾ ഓർക്കുന്നില്ലേ? ആദ്യം ഇങ്ങനെ ഇത് പ്രേമം, പാട്ട്, കല്യാണം, അത് കഴിയുമ്പോൾ പ്രശ്നം, പിന്നെ ഇടയ്ക്കൊന്ന് ആരോ കയറി വന്നൊരു അടി, അവസാനത്തെ അടി കഴിയുമ്പോൾ ഒരു സാധനമുണ്ട്, ഫാമിലി ഫോട്ടോ, എല്ലാവരോടും ഇങ്ങനെ നിരന്ന് നിന്നിട്ട് എല്ലാവരും ഹാപ്പി അല്ലേ, ഇത് എന്തെന്ന് എഴുതി കാണിക്കും എന്ന് പറഞ്ഞാൽ ഒരു പാറ്റേൺ ഇവനുണ്ട്. ഇവന്റെ സ്വഭാവത്തിന്റെ പാറ്റേൺ ആണ്. ഇവനുള്ള സ്വഭാവം അത് മാറത്തില്ല. അതുകൊണ്ട് 100% ഗ്യാരണ്ടിയാണ് ഇവിടെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. മനസ്സിലായില്ലേ? കുറച്ചു തവണ കഴിയുമ്പോൾ ഇതുപോലെയുള്ള എന്തെങ്കിലും കേൾക്കാൻ സാധ്യതയുള്ള ഒരു കാൻഡിഡേറ്റ് ആണ് ഞാൻ ഈ പറയുന്ന ഈ ബാല. ഇതിനു മുമ്പ് ആദ്യത്തെ പെണ്ണ് എന്താ പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഇവന്റെ ഫസ്റ്റ് ഡിവോഴ്സ് എങ്ങനെയാണെന്ന് നമുക്കും അറിയത്തില്ല. അവരും പോയില്ലേ, 3 പേരായില്ലേ, ഇപ്പോ 4ാമത്തെ ആളല്ലേ ഇയാള്. ഇത് കൂടാതെ ഇനി വേറെ വല്ല പെണ്ണുങ്ങളെയോ നമുക്കറിയത്തില്ല. ഇവൻ വെറുതെ പരിചയപ്പെട്ട് പിടിപ്പിച്ചിട്ടുണ്ടോ എന്ന് ആർക്കറിയാം. വല്ല അടി കൊടുക്കും, ഇടി കൊടുക്കും, വീട്ടിൽ കൂടെ പോയപ്പോ എല്ലാം പിടിച്ചു വരുത്തിയിട്ട് ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് എങ്ങനെ പറയാൻ പറ്റും? ഇവൻ തല്ലുന്നവനൊക്കെയാണ്. സ്ത്രീകളെ തല്ലും. എൽസോത്തിനെ അടിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ ഒന്നാലോചിക്ക്, നാട്ടുകാരെ അടിക്കുന്നുണ്ട്, ഇവിടെ വന്നതും അടിക്കാനാ. എന്നിട്ട് കരൾ രോഗിയാന്ന് പറഞ്ഞാൽ കരൾ രോഗം ഉള്ളപ്പോ അടിക്കുകയും ചെയ്യാം, തോക്ക് എടുത്തോണ്ട് കെട്ടിടത്തിന് വണ്ടിക്ക് വലിഞ്ഞു കയറാം. ഇവിടെ വന്നിരുന്ന് വെള്ളം എന്താ തോക്കെടുത്ത് നല്ല സുഖമുള്ളവനാ. കോകില മാമപ്പൊണ്ണ് തന്നെയാണോ? അത് നമുക്കറിയത്തില്ല. എന്താ കാര്യം എന്ന് വെച്ചാല് എലിസബത്തിനോട് പറഞ്ഞുകൊണ്ടിരുന്നത് അവളോടുള്ള സമയത്ത് ഈ കോകില എന്ന് പറഞ്ഞ പെൺകൊച്ചിനെ കാണുന്ന എടുക്കുന്ന എന്തോ പരിപാടിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അവളെ ഇവൻ എന്തോ എടുത്തു വളർത്തിയ കുട്ടിയാണ്, അവളെ സ്പോൺസർ ചെയ്തേക്കുന്ന ഇവനാണ്, അതിന് പാവപ്പെട്ട വീട്ടിലെ എന്തോ കഥയൊക്കെ പറയും. എന്നിട്ട് പറയും അതങ്ങനെ ഒരു പെണ്ണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവളോട് പറയാറുണ്ടാകും. അപ്പൊ എൽസോത്തി കല്യാണം കഴിഞ്ഞപ്പോഴേ പറയുന്നുണ്ട് ഇതൊക്കെ. ഇവള് എന്തോ ഇവര് പറയുന്ന ഒത്തിരി ബന്ധമൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ഈ പറയുന്ന മാമായെ അവർക്കറിയാം, ആ മാമയുടെ മോള് വേറെ എത്തിയുണ്ട്, ആ പുള്ളിക്കാരിയും എലിസബത്തിനെ അറിയാം. പക്ഷെ ഒരിക്കലും ഈ എലിസബത്തിനോട് ബാല പറഞ്ഞിട്ടില്ല കോകില ഇങ്ങനെ റിലേഷൻ ഉണ്ടെന്നോ അല്ലെങ്കിൽ മാമാ പൊണ്ണ് എന്നുള്ള രീതിയിലല്ല പറഞ്ഞേക്കുന്നത്. അതെന്തിനാ അങ്ങനെ കള്ളം പറയുന്ന അവരോട്? ഭാര്യയല്ലേ, കൂടെ താമസിക്കുന്ന പെണ്ണിനോട് എന്തിനാ ഇങ്ങനെ കള്ളം പറഞ്ഞത്? അതുപോലെ അമൃതയും കോകിലയും കൂടി നിൽക്കുന്ന ഒരു വീഡിയോ, ഉണ്ട്, ഫോട്ടോ ഉണ്ട്. അപ്പൊ അന്നോട്ട് ഈ കൊച്ചു അന്നപ്പോ തൊട്ടേ അവിടെ ഉണ്ടെന്നേ. എന്നിട്ട് ഇവൻ പറഞ്ഞ എന്നാന്നറിയോ, പാപ്പുവിനെ പോലത്തെ ഒരു മോളാന്നത്. എലിസബത്തിനോട് പറഞ്ഞ ഞാൻ പാപ്പുവിനെ പോലെ അത് എടുത്തു വളർത്തിയതാണ്, പാപ്പുവിനെ പോലെ ഒരു മോളെ പോലെയാ എനിക്കെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ കല്യാണം നടത്തിയിരിക്കുന്നത്. അത് കാണുമ്പോൾ എലിസബത്ത് ഞെട്ടുന്നുണ്ട്. അവരതൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെയാ ഇവൻ പറഞ്ഞോണ്ടിരുന്നത്. അതാ എല്ലേ പിന്നെ എനിക്ക് എങ്ങനെ ഇതൊക്കെ അറിയാവുന്നത്? ഞാൻ അങ്ങനെ ഊഹിക്കൂ.
അവിടെ കൊച്ചിലുള്ള ഫോട്ടോ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അങ്ങനെ ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇവര് കേട്ടിട്ടുണ്ട്, ഇവരോട് ഇതാ ഇവൻ പറയുന്നത്, ഇവൻ ഇങ്ങനെ പറഞ്ഞു പറ്റിക്കുന്നുണ്ട്. അപ്പൊ എന്തോ അവന്റെ ഉദ്ദേശം? ഭാര്യയോട് എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നത്? അപ്പൊ അവരുടെ ബന്ധം എന്താണെന്നുള്ളത് തെളിയിക്കേണ്ടി വരും. അവള് പറയുന്ന പോലെ നീ മറ്റേത് കൊണ്ടുപോവാ, മുന്നത്തെ ഡിവോഴ്സ് എന്തായി എന്നൊക്കെ ചോദിക്കുന്നില്ല. ഇവരാരും ഇവരുടെ ബന്ധങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ പറ. അവള് ഇവളൊന്നും പറയരുത് കേട്ടോ. അന്ന് ഇവൻ വന്ന് പറഞ്ഞതാ, ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടാ ഇവൻ പറയുന്ന മോശപ്പെട്ട വാക്കുകളുണ്ടെന്ന്. ഞാനേ കൊച്ചുങ്ങളൊക്കെ നശിച്ചു പോവാ കേരളത്തിൽ എന്റെ വീഡിയോ കണ്ടിട്ട് എന്നും പറഞ്ഞാൽ അന്ന് മീഡിയയിലിരുന്ന് കാണിക്കുകയാണെന്ന് പറഞ്ഞത്. എന്നിട്ടിപ്പൊ കാണിക്കുന്ന കണ്ടില്ല എല്ലാവരും. ഇനിയും വരും, ഇനിയും കണ്ടോണം. ബാലക്കിട്ടൊക്കെ ഇനി കിട്ടാൻ പോകുന്നേ ഉള്ളന്നേ. അവിടെ നിന്ന് എടുത്തിനും പോകാൻ പോകുന്നില്ല. ഇവരുടെ സ്വഭാവം ഇങ്ങനെയാണ്, ഇവരൊരിക്കലും ശരിയാൻ പോകുന്നില്ല. ഇങ്ങനെയുള്ള അവരെ എന്നും ഇങ്ങനെ ആയിരിക്കും. അത്രേ ഉള്ളൂ. നമ്മളൊക്കെ എന്നും ഇങ്ങനെയല്ലേ. നിന്റെ സ്വഭാവം എവിടെയെങ്കിലും മാറിയോ? അല്ലെ നിങ്ങളുടെ ആരെങ്കിലും മാറിയാന്ന്? നിങ്ങൾ സാധാരണഗതി ജീവിക്കുമല്ലേ അല്ലേ? അതുപോലെ തന്നെ ബാലയും സാധാരണഗതി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനെ സംബന്ധിച്ച് ഇത് നോർമലായിരിക്കും, പക്ഷെ ബാക്കിയുള്ളവർക്കാണ് ഇതിന്റെ ബുദ്ധിമുട്ട്. മനസ്സിലായോ? ഞാനാണേലും ഇങ്ങനെ നോർമലായി ജീവിച്ച പ്രശ്നമല്ലേ? ഇങ്ങനെ ഇതൊക്കെയാണോ സ്ഥിരം പരിപാടി? ഇത് ഒന്നും രണ്ടാണ് സ്ഥിരം ചെയ്ത പരിപാടി. ഇത് തന്നെ പരിപാടി, എപ്പോഴും ഇത് തന്നെ പരിപാടി. എന്തൊക്കെയോ പ്രശ്നങ്ങൾ, എന്തൊരു ജീവിതമാണ്. അവസാനിപ്പിക്കാം. ബാലയുടെ എല്ലാ വിവാഹ ജീവിതവും നേരിട്ട് കണ്ട ആളാണ് തോന്നുന്നത്. ബാലക്കിട്ടൊരു പണിയാണ്. നമുക്കതൊന്നും പറയാൻ പറ്റില്ല. ഇവരുടെയൊക്കെ പരിപാടി എന്താന്ന് നമ്മളെങ്ങനെ പറയും? ഇപ്പൊ ബാലയുടെ ഇത്രയും പ്രശ്നങ്ങൾ കണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമുള്ളതെന്നു വെച്ചാൽ ഇപ്പൊ ആ കൊച്ചിനെ ഇവൻ സഹായിക്കുന്നതല്ലേ, ഫിനാൻഷ്യലി സഹായിച്ച് ചിലപ്പോൾ ഒത്തിരി സഹായങ്ങളുണ്ടാവും ഇവനെ കൊണ്ടല്ലോ. അപ്പൊ അതിനിടയിൽ ഇവക്ക് ഇവനോട് വല്ല ആരാധനയോ വല്ലതും ഒക്കെ ഉണ്ടാവും. അപ്പൊ അവളെ പറഞ്ഞു പറ്റിക്കാൻ എളുപ്പമാ. അവരോട് പറയുന്നത് എന്തോന്ന് നമുക്കറിയോ? ഇവരെല്ലാം മോശക്കാരെന്നല്ലേ പറയുന്നത്. അമൃത മോശം, എൽസോത്ത് അതിലും മോശം. അപ്പോൾ നീ പെണ്ണ് വിശ്വസിക്കുമായിരിക്കും. മനസ്സിലായോ? അവർക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. കൂട്ടത്തിൽ നിൽക്കുന്ന ആൾ ഇപ്പം നമ്മൾ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആണ്, നമ്മൾ എപ്പോഴും ആ ഫ്രണ്ടിനെ ആദ്യം വിശ്വസിക്കത്തുള്ളൂ. അവന് നല്ലപോലെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എക്സ്പോഷറും ഇല്ല. ഈ പെണ്ണിന് വേറൊരു മനുഷ്യനായിട്ടൊരു ബന്ധവും ഇല്ല. അപ്പൊ അവള് തീർച്ചയായിട്ടും ഇവനെ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. അവള് വിശ്വസിച്ചിട്ടൊക്കെ ആണെങ്കിൽ അവൾ കള്ളത്തിനെ പറയുകയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അവൾ അത് വിശ്വസിച്ച് ജീവിക്കും. ഇപ്പോൾ നാളെ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉള്ളത് തിരിഞ്ഞു പറഞ്ഞ് വന്നിട്ട് എന്തിനും സംശയം തോന്നി തുടങ്ങിയാൽ അവർ തമ്മിൽ അടിയാവും. കാരണം പറ്റിച്ചെന്ന് തോന്നിയാൽ മാത്രമേ പ്രശ്നം ഉണ്ടാകത്തുള്ളൂ. അല്ലെ ഒരു ജീവിതകാലം മൊത്തം പറ്റിക്കാൻ പറ്റുമോ ചില ആൾക്കാരെ? മനസ്സിലായോ? പറഞ്ഞാൽ മനസ്സിലാകാത്ത ആൾക്കാരുണ്ട്. അല്ലെ അവർക്ക് അതിനുള്ളൊരു തെളിവ് കിട്ടണം. യൂട്യൂബ് ചാനലും കുക്കിംഗ് വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പൊ യൂട്യൂബർ ബാലയല്ലേ, ഫാമിലി ബ്ലോഗർ ബാല. ആക്ടർ എന്നൊക്കെ മാറ്റിയിട്ട് ഫാമിലി അതിഥി തൊഴിലാളി, അതിഥി തൊഴിലാളി ഫാമിലി ബ്ലോഗർ ബാല. ഈ കേരളത്തിൽ വന്നിരുന്നുണ്ട് എന്തിനാണ് ഈ തമിഴ് ഫുഡൊക്കെ ഉണ്ടാക്കി കാണിക്കുന്നത് എനിക്കറിയത്തില്ല. ഇവൻ അവന്റെ നാട്ടിൽ ഇപ്പൊ ഇവിടെ പെണ്ണില്ല അവന്. നേരത്തെ അമൃതയും എൽസത്തൊക്കെ മലയാളികളാണ്. അപ്പൊ അവിടെ നിൽക്കുന്നോണ്ട് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് പറയാം. ഇവന് ഇപ്പൊ അവൻ തമിഴ്നാട്ടിൽ പോയി നിൽക്കരുതോ? ഇവൻ ആദ്യത്തെ കാര്യം ഞാൻ പറയാം, എന്തുകൊണ്ട് ബാല തമിഴ്നാട്ടിൽ ജീവിക്കാതെ കേരളത്തിൽ ജീവിക്കുന്നുള്ളതിനെ അന്വേഷിക്കണം. കാരണം ഇവൻ കോടികളുണ്ട്, അവിടെ പല പരിപാടികളൊക്കെ ഉണ്ട്. ഇത്രയും ഒരു എന്താ പറയണ്ടേ അക്രമവാസനയും ഒരുമാതിരി ക്രിമിനൽ മൈൻഡും ഒക്കെ ഉള്ള പോലത്തെ ഒരാളെ പോലെ തോന്നുന്നവനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. അവൻ എന്തിനാണ് കേരളത്തിൽ നിൽക്കുന്നത്? എന്തോ കുഴപ്പമുണ്ട്. അല്ല ആരെങ്കിലും പോയി നിൽക്കുക, ഇങ്ങനെ വെറുതെ നിൽക്കുക, പണിയില്ല. ഇവിടെ നമ്മളിവിടെ ആൾക്കാർ എല്ലാവരും ലോകത്തിന്റെ ഏത് മൂലയ്ക്ക് എന്തെങ്കിലും മലയാളിയെ കാണാൻ പറ്റും. അവിടെ അവർ ജോലിക്ക് പോയേക്കുക. മനസ്സിലായില്ലേ? അല്ലല്ല അവർക്ക് അവിടെ ഒരു ബന്ധുണ്ടെന്ന് വിചാരിക്കുക. അവിടെ ബാംഗ്ലൂർ ഒരു പെണ്ണെ കെട്ടി, അവന് ബാംഗ്ലൂർ വീടുണ്ട്, അവനവിടെ പോയി താമസിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. അതും ബന്ധു വീട്ടിലല്ലേ നിൽക്കുന്നത്. ഇവിടെ ഓക്കെ, ഇതുവരെ എൽസോത്ത് ഉണ്ടാകുന്ന സ്ഥാനത്ത് വരെ നമുക്ക് ഓക്കെ. ഇപ്പം കോകിലെ കിട്ടുമ്പോൾ തിരിച്ചു പോകാൻ വേണമെങ്കിൽ ഇവന് ആരും ഇല്ല ഇവിടെ. എന്നിട്ടും അവൻ അവിടെ പോകാതെ ഇവിടെ തന്നെ നിൽക്കുക. അത് ശരിയല്ലല്ലോ. അല്ലെ എന്തിനും തൊഴിൽ വേണം ഇങ്ങനെ നിൽക്കണമെങ്കിൽ. എന്തിനാ ഒരാൾ വെറുതെ ഒരു സ്റ്റേറ്റ് മാറി ജീവിക്കുന്നത്? അത് ഇത്രയും കൊല്ലം അതിനെ ഒന്നും ഒരു സംശയം തോന്നുന്നില്ല ആർക്ക്. ഇങ്ങനെ എടുത്ത വന്ന് നിൽക്കും എന്തോ സംശയമുണ്ട്. ഇവന് വേറെ വല്ല പരിപാടി ഉണ്ടോ ഒക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക്, കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളുണ്ടോ? ശരിയല്ലേ? പിന്നെ ചാരിറ്റി എന്ന് പരിപാടി കാണിക്കുന്നുണ്ട്. അത് എല്ലാ പുള്ളികളും കാണിക്കുന്നത്. ഇതുപോലത്തെ ടീമുകളെല്ലാം ചാരിറ്റി കാണിക്കും. മറ്റേ ഇവര് ഹാജി മസ്താനും ദാവൂദ് ഇബ്രാഹിം അടക്കമുള്ളവരെല്ലാം ഭയങ്കര ചാരിറ്റി. ഒരു ഗ്രാമമൊക്കെ ഏറ്റെടുത്തവര്, മനസ്സിലായില്ലേ? കോളനി മറ്റേ ഇതില്ലേ സ്ലം ഒക്കെ അവര് മെച്ചപ്പെടുത്തി കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നവരവര്. അതുകൊണ്ട് ചാരിറ്റി കണ്ടോണ്ടൊന്നും ഒരുത്തനെ അങ്ങനൊന്നും നമുക്ക് വിലയിരുത്താൻ പറ്റത്തില്ലടേ. ബാക്കിയോടെ നോക്കണം. ബാക്കി എല്ലാം പ്രശ്നമാണ്. പിന്നെ അതിനിടയിൽ ഇത് മറയ്ക്കാൻ ഒരു ചാരിറ്റി പോലത്തെ പരിപാടി ചെയ്യുന്നവർ ചെയ്യാറുണ്ട്, നമുക്കറിയാം. ഒത്തിരി പേരുണ്ട് അങ്ങനെ. അതിനകത്ത് ഒരാളായിക്കൂടി ഇവൻ. ഇതൊക്കെ ഒരു ഇവൻ ഒരുപാട് മറകൾ സൃഷ്ടിക്കുന്ന. എന്തിനിങ്ങനത്തെ മറകള്? വല്ല ഒരു സംശയമാണ്. മനസ്സിലായോ? ഒരിക്കലും ഇവിടെ നിൽക്കേണ്ട ആളല്ല ബാല.
കേരളത്തിൽ നിൽക്കേണ്ട ഒരാവശ്യം ബാലയ്ക്കില്ല. എല്ലാം എന്തിനും കാണിക്കണം, എന്തിനാ നിൽക്കുന്നതെന്ന് പറ. യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കാനാണ്. യൂട്യൂബ് വീഡിയോ എവിടെ നിന്നാലും ഉണ്ടാക്കാം. എനിക്ക് കേരളത്തിൽ നിൽക്കേണ്ട ആവശ്യമില്ല. ഞാൻ കുവൈറ്റിലാണ് ഇവിടെ യൂട്യൂബ് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. മലയാളികളെ കണ്ടുകൊണ്ടിരുന്നത്. ഇവന് തമിഴന്മാർ കാണാനില്ലാത്തതുകൊണ്ടുള്ള പ്രശ്നമാണോ? തമിഴന്മാർ ഇവനെ അറിയത്തില്ലേ? തമിഴർക്ക് ഇവനെ അറിയത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ. തമിഴ്നാട്ടിൽ പട്ടിക്ക് പോലും അറിയത്തില്ല. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഈ അഭ്യാസം മൊത്തം കാണിച്ച് ഇവിടെ ടോളറൻസ് നമുക്ക് ഇച്ചിരി കൂടുതലാണ് മലയാളികൾ. ഇതേ പണി തമിഴ്നാട്ടിൽ കാണിച്ചാൽ അവൻ വെട്ടിക്കൊല്ലും. മനസ്സിലായോ? ഇവിടെ ക്ഷമിച്ച് ആൾക്കാർ വിടുന്നോണ്ടേ നടക്കുന്ന ഇത്തിരി പണികൾ. പോട്ടെ, ഇതേപോലെ ഒരു പെങ്കൊച്ചിനെ തമിഴ്നാട്ടിൽ ഒരു പെണ്ണെ കെട്ടിയിട്ട് അവളെ ഇതുപോലെ ഉപദ്രവിച്ചെന്ന് പറഞ്ഞാൽ അവിടെ ആംഗ്ലമാർ വന്ന് വിട്ടു ഇല്ലേ? ഇവിടെ ആയതുകൊണ്ടല്ലേ ഉത്സവത്തിന്റെ ആംഗ്ലമാർ അങ്ങനത്തെ ആൾക്കാരല്ലാത്തതുകൊണ്ടല്ലേ. അല്ലെ മറ്റേ വണ്ടി സുമോ ടാറ്റ സുമോലൊക്കെ വന്ന് ഓടിച്ചിട്ട് എന്തോ ചെയ്യും പാല. അതുകൊണ്ടാണ് അവരോട് നിൽക്കുന്നത്. അതൊരു കാരണം. നമ്മള് മലയാളികൾ കുറച്ചുകൂടെയൊക്കെ അഭ്യസ്തരും 100% ലിറ്ററസി സാർ അതെല്ലാം ഉള്ളത് കൊണ്ട് ഇന്ന് പോകുന്ന അതില്ലാതെ കാണാൻ. ഇവന് ആന്ധ്രയിലും പോകത്തില്ല, വേറെ എവിടെയും പോകത്തില്ല. അതിന് കുറച്ചുകൂടെ സൗകര്യം ബാംഗ്ലൂരാ ശരിക്കും പറഞ്ഞാൽ. അതെന്താ പോകത്തില്ല, അവിടെ ചെന്നാൽ ഈ പ്രശ്നമുണ്ട്. എന്തിനും ചെറിയ പ്രശ്നം ഉണ്ടാക്കി ആരായിരിക്കും വരുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇവിടെ അങ്ങനെ ചെയ്യത്തില്ല. അതുകൊണ്ട് ജീവിച്ചു പോവുക. ഇനി കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ നാട്ടുകാർ ഓടിലൊക്കെ ഇട്ട് അടിച്ച് ഓടിക്കുന്നതാണ്. ഇതുപോലത്തെ ഐറ്റമൊക്കെ അടിയൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. ഒരുപാട് സമയം എടുക്കുന്നേ ഉള്ളൂ. ക്ഷമിച്ച് നെല്ലിപ്പല കാണുമ്പോൾ ചിലപ്പോൾ മലയാളികൾ കഴിക്കാൻ ചാൻസ് ഉണ്ട്. പറയാൻ പറ്റത്തില്ല. ഇങ്ങനെ പോയാൽ ചിലപ്പോ എവിടെയെങ്കിലും ചെന്ന് കയറിയിട്ടേ സ്ഥിരമായിട്ട് അങ്ങനെ കയറി കഴിഞ്ഞാൽ ഒരു ദിവസം കിട്ടും. ഇതുപോലത്തെ ഉള്ളവർക്കല്ലേ അടി കിട്ടും, നല്ല ആൾക്കാർ കിട്ടുന്നത്. ഇപ്പൊ അജു ലക്ഷ്യന് കേസ് കൊടുത്തെന്ന് ഒന്ന് കമന്റ് ഒക്കെ വന്ന് കാണും. ഇപ്പൊ അവനത് തന്നെ വേണമെന്ന്. ഏത് യൂട്യൂബിൽ വീഡിയോ എടുത്ത് വലിയ കുറ്റമാണ്. എന്നെ പറ്റി ചെയ്യുന്ന വരെ പെമ്പിളാരും പീഡിപ്പിച്ചത് ഞാൻ പറഞ്ഞു. അല്ല, ഞാനതല്ല, ആരും പറഞ്ഞിട്ടില്ല. അല്ലേ ഈ പറഞ്ഞ പോലത്തെ ഒരു കംപ്ലൈന്റ് നമുക്കെതിരെ ഒന്നും ഇല്ല. കൊള്ളതെല്ലാം കള്ളത്തരങ്ങളും കള്ളപ്പരാതിയും കള്ളക്കേസും ഒക്കെയാണ് ഉള്ളത്. എന്തെല്ലാം കഷ്ടപ്പെട്ട് എന്നെ ഇത്രയും കേസ് കൊടുക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവരെല്ലാം കൂടെ കൂടി അതെന്താ ആവശ്യമാണ്? പോലീസുകാർക്ക് എന്താവശ്യമായി എന്നെ ഇപ്പൊ ശരിയാക്കാൻ എന്തോ ഉള്ളത്? ഞാൻ വളരെ മര്യാദ ഒറ്റയ്ക്ക് ഇവിടെ സുഖമായിട്ട് ചോദിച്ചു പോവുക. അല്ലാതെ ആരുടെ നെഞ്ചത്തോടെ ഞാൻ കയറാൻ പോകുന്നത്. വീഡിയോ ഇടാറുണ്ട്. അതിവിടെ ന്യൂസ് നടക്കുമ്പോഴും എല്ലാത്തരം വീഡിയോ ഇടാറുണ്ട്. എനിക്ക് ഇൻട്രസ്റ്റ് ചില ഏരിയാസും ഉണ്ട്. അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു പരിപാടി നമ്മുടെ ഇല്ല. ആൾക്കൂട്ടത്തിൽ പോലും കാണത്തില്ല. മാക്സിമം ലുലുമോൾ, സിനിമ തിയേറ്ററിലും പോകാറില്ല, ബാറിൽ പോകാറില്ല, അതുമില്ല, ഒന്നുമില്ല. ഈ വീഡിയോ ഇതിനകത്ത് ഇടയ്ക്കെങ്ങാണ്ട് ഭാരത് മാതാ കി ജയ് എന്ന് പറയുമ്പോൾ എന്നെ എന്തിനാണ് ഇത്രയും വലിയ കേസിലും ലോക്കപ്പിൽ നിർത്തി ഫോട്ടോ എടുപ്പ് എന്തൊക്കെ ഇവർ നടത്തിയത്? അതൊന്നുമല്ല. അതിനകത്തൊക്കെ കുഴപ്പങ്ങളുണ്ട്. ഈ പറയുന്ന ആൾക്കാർ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അല്ലാത്തെങ്കിൽ കുഴപ്പമൊന്നുമില്ല. വേറെ എന്തെല്ലാം ആൾക്കാരെ പറ്റി പറയുന്നു. ഇവിടെ എല്ലാവരെ പറ്റി എന്താ നല്ലതാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാല ഇവിടെ വന്ന് താമസിക്കുമെന്ന് പറഞ്ഞല്ലോ. ഇതിൽ അടിയിൽ വരുന്ന കമന്റുകൾ തിരക്കി എന്തുകൊണ്ട് ചെകുത്താൻ നാട്ടിൽ നിന്ന് ഇവിടെ വന്നിരിക്കുന്നു. ഞാൻ ജനിച്ചത് വളർന്നത് എറണാകുളത്താണ്. അറിയോ? ഞാൻ ഡോക്കറ്റിൽ നിന്നാണ് പഠിച്ചു തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ തിരുവല്ലയ്ക്ക് എൻ്റെ അപ്പൻ്റെ വീട് തിരുവല്ല, അമ്മയുടെ വീട് എറണാകുളം. ഞാൻ ജനിച്ചത് വളർന്നത് എറണാകുളത്താണ്. ഇപ്പോഴും ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ ബന്ധുക്കളുള്ള എറണാകുളത്താണ്. അല്ല, ഞാൻ പിന്നെ ഇവിടെ എനിക്ക് ഈസി. ഇവിടെ എൻ്റെ റിലേറ്റീവ്സ് മൊത്തം എറണാകുളത്താണ്. തിരുവല്ല എനിക്ക് റിലേറ്റീവ്സ് ഇല്ലായിരിക്കും. ആകെ ഒരു കസിൻ മാത്രമേ. കസിനും അല്ല, ഒരു ആൻറ്റി ഉണ്ട്. കൂടുതൽ പേര് ഇവിടെ ആയിരിക്കും. ഞാൻ സ്ഥിരമായിട്ട് അവധിക്ക് എറണാകുളത്ത് തന്നെയാണ്. നമ്മൾ എറണാകുളത്തിൻ്റെ എന്താ പറയണ്ടേ വേറൊരു ഭാരം തന്നെയാണ്. ഒത്തിരി, അതായത് ഈ എവിടെ തൊട്ട് അങ്ങ് അത്താണി മുതൽ ഫോർട്ട് കൊച്ചി വരെ എനിക്ക് ബന്ധുക്കാരുണ്ട്. അതായത് വൈപ്പിനിലും ഉണ്ട്. ഇവിടെ മുഴുവനും റിലേറ്റീവ്സ് ഉള്ള ഒരു ഫാമിലിയാണ്. ആ ഒത്തിരി മെമ്പേഴ്സും ഉണ്ട്. ആ ഒരു വലിയ സംഭവമാണ്. ഞാൻ പിന്നെ ഇതിനകത്ത് കയറിയധികം എഴുതാറില്ല. അപ്പോൾ അവിടെ വരുമ്പോൾ നമുക്ക് ഓരോ കല്യാണങ്ങളും വീട്ടുകാരെ കാണാം. അങ്ങനെ കുറേ കസിൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്കിവിടെ നിൽക്കാം. എനിക്ക് 100% ഇവിടെ നിൽക്കാൻ റൈറ്റ്സ് ഉള്ള ആളാണ്. അവന് നിൽക്കാൻ റൈറ്റ്സ് ഇല്ലടേ. അങ്ങനെയില്ല. ഞാൻ പറയാം, അവന് എവിടെ വേണമെങ്കിലും നിൽക്കാം. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ആൾക്കാർക്ക് താമസിക്കാമല്ലോ. പക്ഷെ എന്നോട് ചോദിച്ചാൽ ഇതിന് ആൻസർ ഉണ്ട്. ഞാനിവിടെ എൻ്റെ കൂടെ കറങ്ങി നടക്കുന്നവർ പലരും എൻ്റെ കസിൻസ് ഒക്കെയാണ്. അല്ലാതെ ഇവിടെ വന്നുണ്ടാക്കിയ ഫ്രണ്ട്സ് മാത്രമല്ല, ഫാമിലി ഫ്രണ്ട്സ് വേറെ ഉണ്ട്. അങ്ങനെ നല്ല കണക്റ്റഡാണ് ഇവിടെ എനിക്ക്. എൻ്റെ നാടിനേക്കാൾ കൂടുതൽ കണക്ഷൻ എനിക്ക് എറണാകുളത്ത്. ഓക്കെ.